ലിവിംഗ് വേ മീഡിയ സംപ്രേഷണം ചെയ്യുന്ന എക്കോസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ദൈവാത്മാവിന്റെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആരംഭിക്കുവാൻ ദൈവം സഹായിക്കുന്നത്. സുവിശേഷ വേല എന്ന് പറയുന്നത് മറ്റെല്ലാ ജോലികളെക്കാളും ഒരു സ്റ്റെപ്പ്, ഒരു പടി മുകളിലാണ്. ഇത്രയും ശ്രേഷ്ഠമേറിയ ഈ ശുശ്രൂഷ എന്തുകൊണ്ടോ പലർക്കും ഒരു പരാജയമായി കാണപ്പെടുന്നു. ഒരുപക്ഷെ വ്യക്തമായ സമർപ്പണം ഇല്ലാത്തത് കൊണ്ടോ, ഇല്ലെങ്കിൽ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടോ ആകാം ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുള്ളത്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ സുവിശേഷ വേലക്കാർ പിന്മാറിപ്പോകുന്നു, സുവിശേഷ വേലക്കാർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ വിവാഹമോചിതരാകുന്നു. ഇങ്ങനെയുള്ള ജാതികളിൽ പോലും നടക്കാത്ത പല വിഷയങ്ങളാണ് ചിലപ്പോഴൊക്കെ കേൾക്കുവാൻ ഇടയായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം എന്ന വണ്ണം ദൈവാത്മ പ്രേരിതമായി ദൈവത്തിന്റെ ആത്മാവ് നിയോഗിക്കുന്നതനുസരിച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാൻ ഇടയാകുന്നത്. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ തന്റെ അനുഭവങ്ങളും അറിവുകളും പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്ക് പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നവരും അറിയേണ്ട അതിമഹത്തായ കാര്യങ്ങൾ കർത്താവിന്റെ ദാസിയിലൂടെ നാം കേൾക്കാൻ പോകുകയാണ്. പോർക്കളത്തിൽ നല്ല യുദ്ധസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസി സിസ്റ്റർ ഏലിയാമ്മ വർഗീസ് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ ആന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീത പ്രഭാഷകനും ദൈവവേളയിൽ അഹോരാത്രം അധ്വാനിക്കുന്നവനുമായ ദൈവത്തിന്റെ ദാസൻ റവറൻ ഡോക്ടർ എം.എ. വർഗീസ് അവരുടെ സഹധർമ്മിണിയായി കർത്തൃ ശുശ്രൂഷയിൽ തന്നോടൊപ്പമായിരിക്കുന്ന പ്രിയ ആന്റിയെ എക്കോസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ആന്റിയെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല എങ്കിലും ദൈവത്തിന്റെ ദാസി വളരെ ബിസി ഷെഡ്യൂളിൽ അല്ലെങ്കിൽ വളരെ തിരക്കേറിയ ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും വളരെ ഒരു ആത്മീയ ബന്ധം ഞങ്ങൾക്ക് തമ്മിലുണ്ട്. പ്രത്യേകിച്ച് എന്റെ ഒരു അനുഭവം ഞാനൊന്ന് പറയാം. എന്റെ മകൻ വിസ ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നതിന്റെ അന്നേ ദിവസം രാവിലെ ആന്റി എനിക്കൊരു മെസ്സേജ് ഇട്ടിരുന്നു. പ്രിയ ബിൻ സിസ്റ്റർ, ഇന്ന് വെളുപ്പിനെ 4 മണി മുതൽ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം എനിക്ക് ദൈവാത്മാവ് തന്നു, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു എന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ ഇന്റർവ്യൂ അവൻ പാസ്സായി. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് US പ്രദേശത്തായിരിക്കുകയാണ്. അങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹബന്ധം എനിക്കും പ്രിയ ആന്റിക്കും ഉണ്ട്. പലപ്പോഴും തമ്മിൽ സംസാരിക്കുവാനൊക്കെ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ഈ പോഡ്കാസ്റ്റിലേക്ക് ആന്റിയെ ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ആന്റി വീണ്ടും അല്പം കൂടെ പരിചയപ്പെടുത്തുവാനായിട്ട് ആന്റിയെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ആന്റി പറഞ്ഞാട്ടെ ആന്റിയെ കുറിച്ചുള്ള കാര്യം. സിസ്റ്റർ ബിൻസ് പറഞ്ഞതുപോലെ ഞങ്ങള് ബാംഗ്ലൂരിലെ കർത്താവിന്റെ വേലയിലെ കുടുംബമായിട്ടായിരിക്കുന്നു. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞു ഫാസ്റ്റർ എം.എ. വർഗീസ്. 2 ആൺമക്കളും ഒരു കുടുംബങ്ങളായി അവർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾ ഏകദേശം 40 വർഷത്തോളമായി ഈ പ്രദേശത്ത് തന്നെ ഈ ചർച്ചില് ആരംഭം മുതൽ. അതിനു മുൻപേ ഇവിടെ സഭയുണ്ടെങ്കിലും ഞങ്ങൾ വന്ന ശേഷം ഇവിടെ ഞങ്ങൾ 40 വർഷത്തോളമായി ഇവിടെ തന്നെ തുടരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ഇതുവരെയും അത് അനുഗ്രഹമായി, അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ്
പല ശുശ്രൂഷന്മാര് സഭയിലുണ്ട്, എല്ലാവരും കൂടി ചെയ്യുന്നു. ഞങ്ങൾ അങ്ങനെ ബാംഗ്ലൂരിലായിരിക്കുന്നു. വേറെ വിശേഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഇപ്പം പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് ദൈവം അനുവദിച്ചാൽ നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. തുടർന്ന് ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം എന്റെ അനുഭവങ്ങൾ കൂടെ സിസ്റ്റർ ബിൻസി ചെയ്യുന്ന ഈ ശുശ്രൂഷയിൽ പോഡ്കാസ്റ്റിന്റെ പ്രോഗ്രാമില് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതെങ്കിലും ദൈവം തരുന്ന അവസരമാകിയാൽ ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഞാൻ അതിനുവേണ്ടി എന്റെ വാക്കുകളെ എന്നെ സമർപ്പിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞാൻ വിശ്വസിക്കുന്നു കർത്തൃ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പോലെ, അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, സുവിശേഷ രണാങ്കണത്തിൽ പോരാടിയ അനേക സ്ത്രീകളുണ്ട്. കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവനും സമർപ്പിച്ച് കഷ്ടതയിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഒക്കെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടി വന്ന അനുഭവങ്ങളിലും ധീരതയോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട അനേക സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിലും അതിന് ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കർത്താവിന്റെ ദാസിയിൽ നിന്ന് നമുക്ക് വിലപ്പെട്ട അമേൻ കാര്യങ്ങൾ കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അമേൻ ചില ക്വസ്റ്റ്യൻസ്, ചില ചോദ്യങ്ങൾ പ്രിയ ആന്റിയോട് ചോദിക്കുമ്പോൾ ആന്റി അതിന്റെ അനുഭവത്തിൽ കൂടെയുള്ള ചില ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രയോജനകരമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ തന്നെ ദൈവാത്മ പ്രേരിതം എന്ന് ഞാൻ ആദ്യമായിട്ടൊന്ന് പറയുകയുണ്ടായി. ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു പട്ടുമത്തയുടെ അനുഭവമല്ല. അത് ഇന്നും എന്നും വളരെ കഠിനമേറിയ പാതയിലൂടെ ചിലപ്പോൾ നടക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചിലപ്പോഴൊക്കെ അതിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ, ആ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പലവരും സുവിശേഷ വേലയിൽ നിന്ന് പുറകോട്ട് പോയിട്ടുള്ളതായ അനുഭവം ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് കേൾക്കുവാൻ ഇടയായി. അതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, എങ്ങനെ ഒരു സുവിശേഷ രണാങ്കണത്തിൽ നന്നായി പോരാടാം, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും സമർപ്പിക്കപ്പെട്ട കർത്താവിന്റെ പാദപീഠത്തിൽ കർത്താവിന് വേണ്ടി എങ്ങനെ അധ്വാനിക്കാം എന്നിത്യാദി വിഷയങ്ങൾ നമുക്ക് കേൾക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ആന്റി, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കുവാനുള്ള ഒരു വിഷയം, സുവിശേഷ വേലയ്ക്ക് സമർപ്പണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലാതെ ചിലപ്പോൾ ചിലർ വിവാഹിതരായി മുന്നോട്ട് കടന്നു വരാറുണ്ട്. ഒരുപക്ഷെ വ്യക്തമായി പറഞ്ഞാൽ ഒരു യൗവനക്കാരനായ ദൈവദാസൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് സുവിശേഷ വേലയെ കുറിച്ചുള്ള വ്യക്തമായ അറിവോ പരിചയമോ അതിനെക്കുറിച്ചുള്ള പക്വതയോ ഇല്ലാത്ത ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷേ ഈ കാലത്ത് അങ്ങനെ അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തമായ അറിവും പരിചയം പക്വതയും ഇല്ലാതെ ഇരിക്കുമ്പോൾ സുവിശേഷ വേലയ്ക്കായി ദൈവദാസനോടൊപ്പം പ്രയോജനപ്പെടുവാൻ തന്നെ തന്നെ എങ്ങനെ ഒരുക്കാം എന്നുള്ള വിഷയം അല്പമായി പറയുന്നുവെങ്കിൽ നന്നായിരുന്നു. ഒരു നല്ല ചോദ്യമാണ്. നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ വന്നവരെ കാണുവാനും അനുഭവത്തിൽ കൂടെ ചിലതൊക്കെ അതിൽ കൂടെ അനുഭവിച്ചു മുന്നോട്ട് പോകാൻ ദൈവം കൃപ തന്നുകൊണ്ട് സ്തോത്രം. ഒരു ദൈവദാസൻ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ സുവിശേഷ വേലയെ കുറിച്ചുള്ള അറിവോ പരിചയമോ ഒന്നും ഇല്ല എങ്കിലും ദൈവദാസന്റെ ഭാര്യയാകുവാൻ താല്പര്യമുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയുള്ളൂ. കാരണം ആരംഭത്തിലെ അറിയുമല്ലോ ഒരു ദൈവദാസനായിട്ടുള്ള തീർച്ചയായിട്ടും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിലേ ആ വിവാഹത്തിന് അവൾ ഒരുങ്ങുകയുള്ളൂ, അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുകയുള്ളൂ. അവളുടെ ഹൃദയം അറിയുന്ന ഒരു കർത്താവ് അവൾക്ക് അതിനുള്ള തീർച്ചയായിട്ടും എല്ലാ കൃപയും കൊടുക്കും. ദൈവദാസന്റെ ഭാര്യയാകുവാൻ താല്പര്യമുള്ള പെൺകുട്ടിയാണെങ്കിൽ സന്തോഷത്തോടെ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചെങ്കിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന അവരുടെ കുടുംബജീവിതം ദൈവത്തിന് സ്തോത്രം. ഒരു പഴയതായ പ്രത്യേക അതിനെക്കുറിച്ചുള്ള യാതൊരു അറിവും ഇല്ലെങ്കിലും കർത്താവിന്റെ വേല എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷമെങ്കിലും ഉള്ള ഒരു പെൺകുട്ടിയെ ആയിരിക്കും ദൈവം ആ ദൈവദാസന് വേണ്ടി കൂട്ടിച്ചേർക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവദാസന് തക്ക തുണയായിട്ട്
ദൈവം കൂട്ടിച്ചേർത്തതാണ് എന്ന വിശ്വാസം രണ്ടുപേരിലും ഉണ്ടായിരിക്കണം. ആരംഭത്തിൽ ഒരു വിവാഹം കഴിഞ്ഞിട്ട് വന്ന ഉടനെ തീർച്ചയായിട്ടും ഏതൊരു പെൺകുട്ടിക്കും പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരിക്കും. എങ്കിലും ഒന്നിലും അവൾ തളർന്നു പോകേണ്ട ആവശ്യമില്ല. കാരണം അവൾ ഒരു ദൈവവൈതലാണ്. ഏതായാലും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു പെണ്ണായിരിക്കും. പക്ഷെ സുവിശേഷത്തെ പറ്റി ഉള്ള അറിവില്ല എന്നുള്ള ഒരു കുറവാണ് അവൾക്കുള്ളത്. അതൊരു കുറവല്ല, അതിലേക്ക് അവളെ നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അവളുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കഴിവുകളും താലന്തുകളും അത് വെളിപ്പെടുത്തി കൊണ്ടുവരാൻ തക്ക ഒരു തുണയായ ദൈവദാസനായിരിക്കും അവൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. അത് രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ആരംഭത്തിൽ കാണുന്നില്ല എന്ന് തോന്നുന്നതൊക്കെ ഹല്ലേലൂയ നാളുകൾ കൊണ്ട് വെളിപ്പെട്ടു വരും. കാരണം ദേവദാസനായ ഭർത്താവിന്റെ ക്ഷമയോടുള്ള സഹിഷ്ണുതയോടും പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു വലിയ കൃപ ആ ഹസ്ബൻഡിനുണ്ടായിരിക്കും. സാഹചര്യങ്ങൾ കൊണ്ട് ചിലത് പഠിക്കും. സാഹചര്യങ്ങൾ സഹോദരിമാരെ ചിലത് പഠിപ്പിക്കും. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിലോട്ടാ വരുന്നൊന്നും അറിയാതെയായിരിക്കും ദേവദാസന്റെ കൂടെ സുവിശേഷ വേലയിലേക്ക് കയറി വരുന്നത്. ദേവദാസൻ വളരെ ക്ഷമയോടെ ചില കാര്യങ്ങൾക്ക് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കൊടുക്കണം. രണ്ടുപേർക്കും അതിന്റെ ക്ഷമയും കേൾക്കാനും പറഞ്ഞു കൊടുക്കാനുമുള്ള കൃപ ഉള്ളവരായിരിക്കണം. അങ്ങനെ ആയിരിക്കും. അങ്ങനെ എത്രയോ പേരെ നമ്മുടെ ഈ ആയുസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഒരു ആ വിളിയെ പറ്റി ഒന്നും അറിയാൻ വയ്യാത്തവര് ഇന്ന് കർത്താവിന് വേണ്ടി ഭർത്താവിനോട് ചേർന്ന് ജോലിച്ച് നിൽക്കാൻ. എനിക്കറിയാം, ഭർത്താവ് വളരെ പഠിപ്പിച്ച് ക്ഷമയോട് എടുത്തുകൊണ്ടുവന്ന് അത് കേൾക്കാൻ താല്പര്യമുള്ള ഒരു സഹോദരിയുമാണെങ്കിൽ ബാക്കി ദൈവാത്മാവാണ് ചെയ്തെടുക്കുന്നത്. അല്ല നമ്മുടെ എഫർട്ടും കഴിവൊന്നുമല്ല. എനിക്ക് താലന്തില്ല, എനിക്ക് കഴിവില്ലെന്ന് എല്ലാവരും പറയും. പക്ഷെങ്കിൽ ഉള്ളത് കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്താൽ അല്ലല്ലേ ബാക്കി കർത്താവെ നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സുശേഷവലിൽ എന്റെ പങ്കാളിത്തം എന്താ, എന്റെ ദൗത്യം എന്താണ്, അങ്ങനെ ദൈവവുമായിട്ടൊരു സംസർഗം പിന്നീട് ദേവദാസന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് മുൻപുള്ള ജീവിതമല്ല, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഇനി ഒരു പുതിയ ജീവിതമാണെന്നുള്ളത് മനസ്സിലാക്കി ദേവദാസന്റെ ഭാര്യയുടെ ജീവിത സ്വഭാവത്തിലും നടപ്പിലും ഇടപെടലിൽ വസ്ത്രധാരണത്തിൽ സംസാരത്തിൽ എല്ലാം ഒരു വ്യത്യാസം. അതിനു മുൻപ് ജീവിച്ച പോലല്ല. നമ്മളെ ശ്രദ്ധിക്കുന്ന അനേക കണ്ണുകളുണ്ട്. അല്ലെങ്കിൽ സുവിശേഷ വേല ഒരാളോട് നമ്മൾ സുവിശേഷം പറയണമെങ്കിൽ ആ സുവിശേഷത്തെക്കാൾ മുൻപിൽ നമ്മുടെ ജീവിതം ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന സുവിശേഷത്തിന് അതിൻ്റെതായ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അവർ ശ്രദ്ധിക്കും. അതുകൊണ്ട് മാതൃകയായുള്ള ഒരു ജീവിതം അലലിയ പുറമെ മാത്രം മതിയല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ സ്വഭാവം നമ്മുടെ വാക്കുകളിൽ കൂടെ വെളിപ്പെട്ട് വരുവാനിടയാകും. അതുകൊണ്ട് ബൈബിൾ മുൻപേ വായിച്ചതിനേക്കാൾ കൂടുതൽ വായിക്കേണ്ടി വരും. പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയ വ്യത്യാസം വരുത്തേണ്ടി വരും. ദേവദാസന്റെ കാഴ്ചപ്പാട് ആത്മാക്കളെ നേടുക എന്നുള്ളതാണല്ലോ, അതാണ് മുഖ്യം. അതിനായി സമയം വേർതിരിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ആവശ്യാനുസരണം നമ്മുടേതായ സഹോദരിമാരുടേതായ ചില വിഷയങ്ങള് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ദേവദാസനോട് ചേർന്ന് പോകേണ്ടടുത്ത് പോകാനും ഇരിക്കേണ്ട സമയത്ത് കൂടി ഇരിക്കാനും എല്ലാം ഹല്ലേലൂയ നമ്മുടെ സ്വഭാവങ്ങളിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ ദൈവം തന്നെ വരുത്തി തരും. ഹല്ലേലൂയ. ഒരു വിശ്വാസിയായിരിക്കാൻ വലിയ പ്രയാസമില്ല. എന്നാൽ ഒരു ദേവദാസന്റെ ഭാര്യയാവുമ്പോൾ അതിൻ്റെതായ വലിയ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഒരുപാട് എടുത്ത് എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഞാൻ ഒരിക്കലും ഒരു ദേവദാസന്റെ കൂടെ ആഗ്രഹമില്ലെന്നല്ല, ആഗ്രഹിക്കാൻ അവരിൽ ആഗ്രഹിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ എനിക്ക് സന്തോഷമായിരുന്നു കർത്താവിന്റെ വേല. പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഒരു വിശുദ്ധ ജീവിതം, പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവ് വരും, കൂടെ പോകണം, ഇതൊക്കെയായിരുന്നു എന്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ വേറൊന്നായിരുന്നു. സുവിശേഷ വേലയിലുള്ള ആളുമായിട്ടല്ല, കർത്താവിന്റെ വേല ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് അത്ര അറിയത്തില്ല. എന്നാൽ എന്റെ വിശ്വാസമുള്ള ഒരാളായിരിക്കണം പ്രാർത്ഥിച്ച് അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാണ് അറിഞ്ഞ ആത്മഭാരമുള്ളതും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരാൾ. അത് താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം. എന്നാൽ അല്ലെങ്കിൽ എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയായിരിക്കണം സഹോദരി. ഭർത്താവിനോട് ചേർന്ന് എന്ത് പറഞ്ഞാലും അനുസരണമുള്ള ഒരു ഭാര്യയായിരിക്കണം. അനേക സഹോദരിമാര് ഭർത്താക്കന്മാർ കീഴ്പ്പെടാതെ അനുസരിക്കാതൊക്കെ പോകുമ്പോൾ സുശേഷ വേലയിൽ ആ ദേവദാസൻ അനുഭവിക്കുന്ന പ്രയാസം വലുതായിരിക്കും. ആരോടും പറയാൻ പറ്റത്തില്ല. കൂടെ നിൽക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ അവരുടെ കുടുംബജീവിതവും അവരുടെ സുവിശേഷ വേല ഒരുപോലെ അനുഗ്രഹപ്രദമായി വരും. അത് സൗമ്യതയുടെ ആത്മാവിൽ ഭർത്താവിന് കൈത്താങ്ങായി പിന്നിൽ നിന്ന് കുറച്ചു നാളത്തേക്ക്, പിന്നെ സമയമാകുമ്പോൾ മുന്നിൽ കൊണ്ടുവരും. എന്നാൽ പിന്നിൽ നിന്ന് കൈത്താങ്ങലോട് നാം ഒരുമിച്ച് നിൽക്കണം. അതിന് പ്രാർത്ഥനാ ജീവിതം, വചന ധ്യാനം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ്, അതിന് മൂന്നിലും ഊന്നൽ കൊടുത്ത സഹോദരിമാർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു വെച്ച് കഴിയുമ്പോൾ അതിനകത്തെല്ലാം വലിയ സ്ഥാനം കൊടുത്ത് മുന്നോട്ട് വന്നാൽ
ജയകരമായൊരു സുവിശേഷ വേലക്കാരിയായി ദേവദാസിന്റെ കൂടെ നിന്ന് ആ ലിരിയ കഴിവ് താലന്തുകൾ കർത്താവ് പ്രയോജനപ്പെടുത്തുകയാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട അറിവുകളാണ് ദൈവത്തിന്റെ ദാസിലൂടെ നാം കേൾക്കുവാനിടയായി തീർന്നത്. ഒരുപക്ഷെ പരിചയം ഉണ്ടായിരിക്കില്ല, അതിനെക്കുറിച്ചുള്ള പക്വതയോ വ്യക്തമായ അറിവോ ഒന്നും ഇല്ലാത്തവരാണ് എങ്കിൽ പോലും ദൈവത്തിന്റെ ദാസിലൂടെ നാം കേൾക്കുവാനിടയായി തീർന്നത് ദൈവമാണ് ദൈവവേലയ്ക്ക് വിളിച്ചിറക്കിയത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. മാത്രമല്ല ദൈവദാസനോട് ചേർന്ന് ഒരുപക്ഷെ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷെ തക്ക സമയത്ത് ദൈവം ഇറക്കിക്കൊള്ളും. എന്നാൽ ദൈവദാസന് തക്ക തുണയായിരുന്നു കൊണ്ട് തന്നെ ദൈവവേലയ്ക്ക് കൈത്താങ്ങൾ കൊടുക്കുക, അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കുക, ദൈവം പിന്നീട് ഉപയോഗിക്കുവാനിടയായി തീരും. താങ്ക് യു ആന്റി. അടുത്തതായിട്ട് ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റൊരു വിഷയം, പാസ്റ്റേഴ്സിന് സംബന്ധിച്ചിടത്തോളം ഒരു പാസ്റ്ററുടെ ഭാര്യ അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങൾ. പാസ്റ്റേഴ്സിന് വ്യക്തമായി ചില ദർശനങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് സുവിശേഷ വേലയെ കുറിച്ച് അറിയാവുന്ന സഹോദരിമാർ പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് ചില വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അറിവുകളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ പാസ്റ്റർക്കുണ്ടാകുന്ന ആ ദർശനവും ഒരുപക്ഷെ ഭാര്യ സഹോദരിക്കുണ്ടാകുന്ന ദർശനവും രണ്ടും രണ്ടാണെങ്കിൽ പോലും അവിടെ എങ്ങനെയായിരിക്കും ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പാസ്റ്ററിന്റെ ആ ദർശനം എന്താണ് എന്നുള്ളത് അറിയാതിരിക്കുന്ന ഒരു സഹോദരി വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ദൈവദാസന്റെ ദർശനത്തോട് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ദൈവം തന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി കൊടുത്ത ദർശനത്തെ എങ്ങനെ ഇവിടെ പൂർത്തീകരിക്കുവാൻ കഴിയും? ഈ വിഷയത്തെ കുറിച്ച് അല്പമായിട്ട് പറയാൻ കഴിയുമോ? പാസ്റ്ററുടെ ദർശനവും അതിനെക്കുറിച്ചുള്ള അറിവും ആരംഭത്തിൽ ഒരു ഭാര്യയ്ക്ക് ഒരിക്കലും ഉണ്ടായിരിക്കണമെന്നില്ല. കാരണം വന്ന് ചേർന്ന് കഴിഞ്ഞ് പാസ്റ്റർ ഒരു സുശേഷ വേലക്കാരന ദൈവദാസനാണെന്ന് അറിവുണ്ടെങ്കിൽ തന്റെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. എങ്കിലും ഭാര്യയുടെ ദർശനമല്ല ഭർത്താവിന്റെ ദർശനമല്ല ഭാര്യയുടെ എന്ന് മനസ്സിലായി കഴിയുമ്പോൾ പാസ്റ്ററുടെ ആ വലിയ ദർശനത്തോട് ചേർന്ന് എനിക്കൊരു ഉത്തരവാദിത്വം പങ്കുണ്ടെന്ന് അറിഞ്ഞ് തനിക്കൊരറിവ് എന്തായാലും ഉണ്ടായിരിക്കും. എന്താണ്, ഞാൻ സാധാരണ ഒരു സഹോദരിയെ പോലെ അല്ല, ഇനി ഞാനൊരു ദേവദാസന്റെ കൂടെ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് എന്റെ വിളിയും തെരഞ്ഞെടുപ്പും വേറൊന്നാണ്. ഇനിയും അതനുസരിച്ച് ഞാൻ മുൻപോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളത്. ഹല്ലേലൂയ. അതിനെന്താണ്? അത് ഭർത്താവിന്റെ ദർശനവും വിളിയും എങ്ങനെയും തിരിച്ചറിയാൻ ശ്രദ്ധയുള്ളവളാണെങ്കിൽ പാസ്റ്റർ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഹല്ലേലൂയ അതിനുള്ള പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്റെ ഹസ്ബൻഡിന്റെ കാഴ്ചപ്പാട് ഇതാണ്, എന്റെ ഹസ്ബൻഡിന്റെ ദർശനം ഇതാണ്, സുവിശേഷവേലയെ പറ്റിയുള്ള ദർശനം ഇതാണ്. എനിക്ക് സുവിശേഷവേല ഇഷ്ടമാണ്, പക്ഷെ ഹസ്ബൻഡിനുള്ള ദർശനമൊന്നും എനിക്കില്ല. എങ്ങനെ ചിന്തിച്ചാലും ഒരുമിച്ച ദർശനത്തിൽ വന്നെങ്കിലേ ജയകരമായൊരു സുവിശേഷവേല മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് എന്റെ ദർശനം ഇതാ, പാസ്റ്ററുടെ ദർശനം അതാ, അങ്ങനെ അങ്ങ് പാവെന്ന് വിചാരിച്ച് രണ്ട് ദർശനത്തിൽ ഒരിക്കലും സുവിശേഷവേലയിൽ നമ്മൾ ജയാളികളാകുകയില്ല. എന്നാൽ ഭർത്താവിന്റെ ദർശനവും വിളിയും തിരിച്ചറിഞ്ഞ് എന്നെയും അതിനാണ് കൂടെ നിൽക്കാൻ വിളിച്ചതെന്ന് അറിഞ്ഞ് സുവിശേഷ വേലയിൽ പങ്കാളിയാകുവാൻ ആ ഒരു ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. കാരണം എല്ലാവരുടെയും വിളി ഒന്നല്ല. എന്റെ ഹസ്ബൻഡിന്റെ ദർശനം ദൈവം കൊടുത്ത ദർശനമാണെന്നുള്ള ആ വലിയ കാഴ്ചപ്പാടും വിശ്വാസവും ഉണ്ടെങ്കിൽ ആ ലക്ഷ്യമായിരിക്കും എന്റേതുമെന്നുള്ള ഒരു തീരുമാനത്തിൽ സഹോദരി തന്നെ മുന്നോട്ട് കാലെടുത്ത് നിൽക്കണം. ദൈവത്തിന് പ്രത്യേക ഉദ്ദേശം ഉള്ളത് കൊണ്ടാണ് തെറ്റിക്കൂടാത്ത ഒരു ആലോചനയാൽ ദൈവാത്മാവ് പാസ്റ്ററിനോട് കൂടെ, ആ ദർശനമുള്ള പാസ്റ്ററോട് കൂടെ ആ സഹോദരിയെ ചേർക്കേണ്ടതിനേക്കാണ് കർത്താവ് ചേർക്കുന്നത്. പക്ഷെ മനുഷ്യൻ അത് മനസ്സിലാക്കാതെ ആരംഭത്തിൽ സിസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ ദൈവമക്കളിൽ കാണുന്ന അനേക കാര്യങ്ങളിൽ എങ്ങനെ ഇങ്ങനെ വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം ദൈവം കൂട്ടിച്ചേർത്താണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലില്ലാത്ത വീടുകളിൽ എന്തെങ്കിലും പാസ്റ്റർ ഭാര്യമാർ ഇട്ടേച്ചു പോകുന്നു, കുഞ്ഞുങ്ങളെ ഇട്ടേച്ചു പോകുന്നു, എന്തെല്ലാം നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഈ അന്ത്യകാലത്ത് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം കർത്താവിന്റെ സുവിശേഷ വേലയിൽ പങ്കാളികളാകണമെന്നുള്ള താല്പര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നാമത് ഹസ്ബൻഡിന്റെ ദർശനം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിന് ചില സമയം എടുത്താലും സാരമില്ല. അത് കഴിയുമ്പോൾ രണ്ടുപേരും പിന്നെ ഒന്നാണ് സുവിശേഷ വേലയിൽ. ദൈവത്തിന് പാസ്റ്ററിനോട് കൂടെ യോജിപ്പിച്ച ദൈവത്തിന് എന്നെപ്പറ്റി ഒരു ഉദ്ദേശമുണ്ട്. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ എന്ന് പറയണ്ട, പരിശുദ്ധാത്മാവിനെ അറിയാൻ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് പാസ്റ്ററുടെ കൂടെ. എനിക്കറിയാം
ഞാൻ ആദ്യമൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സഭയിൽ എനിക്ക് അനുഭവം തോന്നുന്നില്ല. ഇവിടെ ചർച്ച് വന്ന് ചേർന്ന് കഴിഞ്ഞ് എയർഫോഴ്സിലെ ജീവിതത്തിന് പ്രശ്നമില്ലായിരുന്നു, വിശ്വാസമായിട്ടങ്ങ് ജീവിച്ചാൽ മതി. സുവിശേഷകൾക്കൊക്കെ പാസ്റ്റർ പോകും കൂടെ അനുഭവം. എന്നാല് ചർച്ച വന്നു കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ അതിന്റെ കാര്യങ്ങൾ പലതും മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഒരിക്കൽ പറഞ്ഞു, എനിക്ക് അങ്ങ് വീട്ടിൽ പോകണം, എനിക്ക് ഇവിടെ നിന്ന് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് ഞാൻ പറഞ്ഞ ദിവസങ്ങളുണ്ട്. അന്നേരം ഹസ്ബൻഡ് പറഞ്ഞു, കർത്താവ് നമ്മളെ വിളിച്ചത് ഇവിടെ നിൽക്കാനാ, എന്ത് വന്നാലും ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഴിയത്തില്ലെന്നുള്ളൊരു ചിന്ത എന്നിൽ അങ്ങ് വന്നു. അതുകൊണ്ടാണ് ചർച്ചയുള്ളവരൊക്കെ നല്ല മനുഷ്യരാണ്, നല്ല സ്നേഹമുള്ളവരൊക്കെ ആണെങ്കിലും ചിലതിലൊക്കെ എനിക്ക് മനസ്സിന് ഇച്ചിരി പ്രയാസം വരുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. എന്നാൽ കർത്താവിന്റെ ദാസന്റെ ദർശനം ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് സമയമെടുത്ത് ഞാൻ മനസ്സിലാക്കാൻ. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് അതൊന്നും ഒരു ഭാരമായിട്ട് തോന്നിയില്ല. ഞാൻ കൂടെ നിൽക്കാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ സുവിശേഷ വേലയിൽ അല്ലെങ്കിലും കൂടെ നിൽക്കും എന്നുള്ള, എന്നാൽ സുവിശേഷ വേലയിൽ ആ ദർശനത്തോട് ചേർന്ന് ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളിൽ ദൈവം വലിയ ധൈര്യം തന്നെ അതിനനുസരിച്ച് എന്നെ മോൾഡ് ചെയ്ത് എടുത്ത് ഇന്ന് എനിക്ക് 40 വർഷമായി. എന്ത് വന്നാലും ഒരു ഭയമില്ല, ദൈവം അറിയാവുന്നില്ല. ഭർത്താവിന്റെ ദർശനം തന്നെ എന്റെ ഉള്ളിലും വന്നു കഴിഞ്ഞപ്പോൾ ഒരേ രീതിയിൽ ആ ദർശനത്തിൽ മുന്നോട്ട് വന്ന് നമുക്ക് കഴിയും. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് ഒരിക്കലും പറയരുത്. കാരണം ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ദൈവത്തിന്റെ മക്കളാണ്, നമുക്ക് ഉറപ്പുമാണ്. സുവിശേഷ വേലയാണ് എന്റെ ലക്ഷ്യം എന്നുള്ളത് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ട് വചനത്തിൽ പറയുന്ന പോലെ ഭയപ്പെടേണ്ട, ഞാൻ എന്നോട് കൂടെ ഉണ്ട്. ഒഴിവായി യാക്കോബേ നീ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിന്നെ പുതിയതും വലിയതും മെതിവണ്ടിയാക്കി മാറ്റും. അതുകൊണ്ട് ദർശനമില്ലെന്നും കഴിവില്ലെന്നും ഒന്നും പറയണ്ട. ഈ വാക്യങ്ങളും വചനങ്ങളും നമുക്ക് ഉറപ്പിന് ദൈവം തന്നിട്ടുണ്ട്. അത് ദൈവശക്തിയായി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ തലമുറയായി കർത്താവ് തരുന്ന വചനങ്ങളാണ് നമ്മെ നിലനിർത്തുന്നത്. ഏത് ചോദ്യത്തിന്റെ ഒടുവിൽ വരുമ്പോൾ ഈ ദർശനം വേണമോ, ആ കർത്താവിന്റെ ദാസനുള്ള ആ കാഴ്ചപ്പാട് വേണമോ, പ്രാർത്ഥനാ ജീവിതത്തിൽ കുറവില്ലാത്തവരായി നമ്മള് അധിക സമയം നമ്മുടെ വിളിയെക്കുറിച്ചും ശുശ്രൂഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോടുകൂടെ പ്രാർത്ഥനാ ജീവിതം ഏറ്റവും അധികം സമയം ദിവസം ഇരുന്നാൽ അത്രയും നാം ദർശനം പ്രാപിച്ചിരിക്കും. നല്ല അമൂല്യമായ അറിവുകളാണ് ദൈവത്തിന്റെ ദാസിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. പാസ്റ്ററിന് ദർശനങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ആ ദർശനങ്ങളെ കുറിച്ചുള്ള അറിവില്ലാത്തവരായിരിക്കാം സഹോദരിമാർ ചിലപ്പോൾ. ഇല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെയുള്ള ദർശനങ്ങൾ അവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ ദാസിയിലൂടെ നാം കേട്ടത് രണ്ടുപേരുടെയും രണ്ട് ദർശനങ്ങൾ ഇരുവഴിയിലൂടെ പോകുവാൻ കഴിയില്ല. ആ ഒരു കുടുംബ ജീവിതമോ ആ ഒരു സുവിശേഷ വേലയോ അത് സക്സസ് ആയി തീരുകയില്ല എന്നുള്ളത് വ്യക്തത നമുക്ക് ദൈവത്തിന്റെ ദാസിയിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. രണ്ടുപേരുടെയും ദർശനം ഒന്നായി തീരുമ്പോൾ മാത്രമേ ആ സുവിശേഷ വേല അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷ വേലയായി മാറുകയുള്ളൂ. മാത്രമല്ല, നാം കേട്ടതുപോലെ ഹസ്ബൻഡിന്റെ ദർശനം എന്താണോ ആ ദർശനത്തെ നാം ഏറ്റെടുക്കണം. അതിനുശേഷം പ്രാർത്ഥനയോടെ തുടരുമ്പോൾ ആമേൻ തങ്ങളുടെ ദർശനവും ആ ദൈവദാസനിലൂടെ പൂർത്തീകരിപ്പാൻ ഇരുവരും ചേർന്ന് പ്രാർത്ഥനയോടെ എല്ലാ ദർശനവും പൂർത്തീകരിക്കത്തക്ക വിധത്തിൽ ദൈവം കൂടെയുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് ദൈവം നടത്തും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാലോചനയാണ് നമുക്കിവിടെ കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ആൻറ്റി, മറ്റൊരു വിഷയം കൂടെ ഈ നാളുകളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ, പ്രത്യേകിച്ച് യുവതലമുറകൾ അവർ തങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അവർക്ക് ഈ സുവിശേഷ വേലയെ കുറിച്ചുള്ള വ്യക്തമായ അറിവുകളോ അതിന്റെ കഷ്ടപ്പാടുകളോ കാഠിന്യമേറിയ അവസ്ഥകളോ ഒന്നും അവർക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ല. എന്നാൽ സുവിശേഷ വേല എന്നൊരു അനുഭവത്തിലേക്ക് വിവാഹം കഴിഞ്ഞ് പ്രവേശിച്ചതിന് ശേഷം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിലാകും, സുവിശേഷ വേല എന്ന് പറയുന്നത് ഒരു പട്ടുമെത്തയുടെ അനുഭവമല്ല. അത് മുള്ളുകളും പറക്കാരെയും കാഠിന്യമേറിയ അനുഭവങ്ങളും ഒക്കെ ഉള്ള ഒരു ജോലിയാണ്, ഒരു ദൈവ വേലയാണ് ദൈവവേല എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ തങ്ങൾ ആദ്യമേ ആയിരുന്നത് പോലെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കണം എന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, അങ്ങനെയുള്ള ചില വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ ദൈവദാസനെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ കഷ്ടതയുടെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ദൈവദാസനെ ആ ഭാര്യ സഹോദരി എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ കഴിയും, അത് മുഖാന്തരം വേല എത്രത്തോളം വളരുവാനിടയായി തീരും. ഇതിനെക്കുറിച്ച് ആന്റിയുടെ അഭിപ്രായവും അനുഭവവും ഒന്ന് പറയാമോ? വിശേഷവേല വിശ്വസ്തയോട് ചെയ്ത അനേകരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ
അവരുടെ അനുഭവങ്ങൾ ആരംഭത്തിൽ കഷ്ടതയിൽ കൂടിയാണ് സ്റ്റാർട്ടിങ് പലരുടെയും. എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, എന്നാൽ എല്ലാ ദേവദാസിദാസന്മാർക്കും സുശേഷ വേലയിൽ ഒരു സമയം കഷ്ടതയില്ലാതെ ഒരു ജീവിതമില്ല. എന്നാൽ ആരംഭത്തിൽ വരുന്ന സഹോദരിമാരെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സുവിശേഷ വേലയിൽ ഒരു ദേവദാസിന്റെ കൂടെ വന്നു കഴിയുമ്പോൾ ആ ദേവദാസിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്ന ഒരു ദേവദാസനാണെങ്കിൽ തന്റെ കൂടെ ചേർന്ന് പോകണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം, വരുന്ന സഹോദരി ഒരിക്കലും സുഖകരമായ ക്രിസ്ത്യ ജീവിതം, സുവിശേഷ വേല ഒരു പട്ടുമത്തയുടെ അനുഭവമാണെന്ന് ആഗ്രഹിച്ച് ഒരിക്കലും വരാൻ പാടില്ല. ചിലപ്പോൾ തന്റെ വീടിന്റെ സാഹചര്യത്തിൽ സുഖകരമായ ഒരു ജീവിതത്തിൽ നിന്നായിരിക്കും ഇങ്ങോട്ട് വന്നത്. പക്ഷെങ്കിൽ ഒരിക്കലും നമ്മൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് വരില്ല. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തിൽ വെച്ചത്. ഏത് കഷ്ടമാണെന്ന് അവിടെ പറയുന്നില്ല. നാം അനുഭവിക്കുന്ന ഏത് കഷ്ടമായാലും, അത് ശാരീരികമായോ സാമ്പത്തികമായോ ഏത് വിധത്തില്. ഇപ്പോൾ നമ്മളുടെ സാമ്പത്തിക വിഷയത്തിലേക്കാണ് വന്നിരിക്കുന്നത്. സുവിശേഷ വേല അങ്ങനെ ഒരു പട്ടുമെത്തയുടെ അനുഭവം ആഗ്രഹിച്ചുകൊണ്ട് ഒരു സുദേവദാസന്റെ കൂടെ വന്നു ചേർന്നെങ്കിൽ അവരുടെ സുവിശേഷ വേല ഒരിക്കലും അതിനകത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ വേലയുടെ തുടർച്ച വരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആരംഭത്തില് ഞരങ്ങി മൊഴിയൊക്കെ നമ്മള് സുവിശേഷ വേല ചെയ്യും. പക്ഷെ ആ ഒരു കാഴ്ചപ്പാട് മറിയിച്ച് ദൈവം തരുന്ന ഏത് സാഹചര്യത്തിലും എന്നെ ഇവിടെ ആക്കിയ ദൈവമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന്റെ നടുവിൽ തൃപ്തിയായിരിക്കാൻ അതിനുള്ള കൃപ തരുന്ന ഒരു കർത്താവിനെ ഞാൻ സേവിക്കുന്നു. അതുകൊണ്ട് എന്റെ ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഇന്നുള്ള അവസ്ഥ അതൊക്കെ എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ. എനിക്കത് വിവരിക്കാൻ സമയമില്ലെങ്കിലും അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഉള്ളതിലും ഇല്ലാത്തതിലും സന്തോഷത്തോടെ തൃപ്തിയോടെ വാനുള്ള കൃപ കർത്താവിനെ തരിക. മാനുഷികമായ നിലയിൽ ചില സമയത്തൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുകൾ വരുമെങ്കിൽ അതിലൊന്നും പെറുപെറുക്കാനോ കംപ്ലൈന്റ് പറയാനോ ഇടയാകാതെ വണ്ണം ദൈവകൃപ പ്രാപിച്ച, അതാണ് കൃപ. കൃപ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെ സഹോദരിമാര് തങ്ങളെ തന്നെ ശോധനയുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ ആ ദേവദാസൻ വളരെ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സഹോദരിമാരുടെ ബലപ്പെടുത്തുന്ന ഒരു വാക്ക് അവരുടെ ജീവിതത്തിൻ്റെതായ തൃപ്തിയോടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ അത് സാരമില്ല, കർത്താവ് എല്ലാത്തിനും ഒരു വ്യത്യാസം തരുമെന്നുള്ള ഒരു വാക്ക് മതി. ചില സമയത്ത് തളർന്നിരിക്കുന്ന ദൈവദാസൻ, ചില മനുഷ്യരല്ലേ ചിലപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ സാമ്പത്തികം ബുദ്ധിമുട്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു വാക്കൂടെ ബുദ്ധിമുട്ടിക്കുന്നത് വന്നാൽ സുശേഷയിലേക്ക് വലിയ പരാജയം വരുന്നാൽ സഹോദരിമാർ സന്തോഷത്തോടെ സാരമില്ല, നമ്മൾ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ മതിയായ ദൈവമാണെന്ന് പറഞ്ഞ് അത് തൃപ്തി കാണിച്ച് സന്തോഷമായി സമാധാനമായി മുന്നോട്ട് പോയാൽ സുശേഷ വേലയ്ക്ക് വലിയ വ്യത്യാസം ആ വേലയ്ക്ക് തന്നെ കടന്നു പോകുമ്പോൾ ദൈവം നടത്തിയ വഴികളെ മറ്റുള്ളവരോട് പറയുവാനാണ് നമ്മളെ അനുഭവത്തിൽ കൊണ്ട് നടത്തുന്നത്. എന്തുകൊണ്ടും ദൈവത്തിനാണ്. എല്ലാവർക്കും സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവ കൃപയുള്ള ഒരു സഹോദരിക്ക് മാത്രമേ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ദൈവദാസനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം അവരൊരു ശോധന ചെയ്യണം, ഞാൻ ദൈവകൃപയുള്ളവളാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടതാ വിശ്വാസമായിട്ട് പോകുന്നു, പക്ഷെ എന്റെ ദൈവമാക്കിയിടത്ത് ഞാൻ വിശ്വസ്തയാണോ? ഹല്ലേലൂയ. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? എന്റെ ഹസ്ബൻഡിനെ ഞാൻ കരുതുന്നുണ്ടോ? ഹല്ലേലൂയ. ക്ഷമയോടെ ഈ സാഹചര്യങ്ങളെല്ലാം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കും. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ ബുദ്ധിമുട്ടാണെങ്കിലും സുവിശേഷ വേലയിൽ ഞാൻ എന്നാൽ ആവോളം സന്തോഷത്തോടെ ദൈവദാസനോട് ചേർന്ന് നിൽക്കും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതുപോലെ തന്നെ നമുക്കറിയാം ലോകത്തിൽ നല്ല ജീവിതത്തിന്റെ ഉന്നത നിലവാരങ്ങൾ ജീവിക്കുന്ന ദൈവദാസന്മാരും ദാസന്മാരും കാരണം അവരൊരു സമയത്ത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ പോയവരായിരിക്കും. പക്ഷെ ഇന്നത്തെ അവരുടെ നിലവാരം കണ്ടുകൊണ്ട് ഞാൻ എന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യങ്ങളില്, എല്ലാരും കേട്ട് കാണത്തില്ല. ഞാൻ പറയും, വിവാഹം കഴിഞ്ഞ നാളുകൾ വന്നപ്പോൾ ഒരു സൈക്കിളായിരുന്നു കർത്താവിന്റെ ദാസനുണ്ട്. ആ സൈക്കിളില് ഞാൻ എന്നെ തന്നെ വെച്ച കുറെ വർഷങ്ങൾ 2 വർഷം പോയി. പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ പിന്നീട് 2 കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോൾ സൈക്കിളിൽ 2 സീറ്റ് കൂടെ ഫിറ്റ് ചെയ്ത് പഞ്ചാബിൽ ഞങ്ങൾ എയർഫോഴ്സിലായിരുന്നോട്ട് മാറി താമസിക്കേണ്ട ട്രാൻസ്ഫർ വരുമല്ലോ. അങ്ങനെ ഡൽഹി, പഞ്ചാബ്, ബാംഗ്ലൂർ, അമൃത്സർ, ബട്ടണ്ട അങ്ങനെ മാറി മാറി അവിടെ എല്ലാം സൈക്കിളിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഓരോറ്റ മീറ്റിംഗും മുടക്കാതെ ഞങ്ങളെ വെച്ച് സൈക്കിൾ ചവിട്ടി. അന്ന് ഒരു കാറൊന്നും ഒരു സ്വപ്നം പോലും നമ്മൾ കണ്ടിട്ടില്ല. എയർഫോഴ്സിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ സന്തോഷകരമായ ഒരു ജീവിതം. എന്നാൽ
ഒരുപാട് ലക്ഷറി ആയിട്ടൊന്നും അന്ന് ജീവിച്ചിട്ടില്ല. വീട്ടില് പാസ്റ്ററുകളുടെ അപ്പച്ചനെ അമ്മച്ചെ നല്ലപോലെ സഹായിക്കണമായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സഹോദരിമാർക്ക് ഒരു മാതൃകയായിരിക്കാനാണ്. അതെല്ലാം സന്തോഷത്തോടെ ചെയ്തു, ഒന്നും കുറയ്ക്കാതെ. നമ്മുടേത് പലത് കുറഞ്ഞാലും നമുക്കൊന്നിനും കുറവ് വന്നില്ല, എല്ലാം അത്യാവശ്യം ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ തൃപ്തി മതി, അതുപോലെ തൃപ്തിയായിട്ട് കൊണ്ടുപോയി. എന്നാൽ ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ പറയുമ്പോ എനിക്ക് കരച്ചിൽ വരും. അതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ചോദിക്കാത്ത, ചോദിച്ചാലും നനച്ചാലും അത്യന്തപരമായി ഹല്ലേലൂയ. എനിക്ക് അത്ഭുതമാണ് നമ്മുടെ വഴികൾ. സാമ്പത്തികമായി ഒരു കംപ്ലൈന്റ് പറയാതെ അന്ന് എല്ലാത്തിലും സന്തോഷത്തോടെ മുന്നോട്ട് പോയതുകൊണ്ട് പാസ്റ്റർ എന്നും അതുകൊണ്ട് ഒരു തൃപ്തനായിരുന്നു. അല്ലില്ല. അതേസമയം സഹോദരിമാരിങ്ങനെ കുറവും പറഞ്ഞ് മറ്റുള്ളവർ ജീവിതശൈലി കാണുമ്പോഴോ അതുപോലെ എനിക്കില്ലല്ലോ എന്ന് അല്ലെ നിരാശപ്പെട്ടൊക്കെ വീട്ടിലിരുന്നാൽ വീട്ടിലെ സന്തോഷവും സമാധാനവും സുവിശേഷ വിലയിലും കുറവ് വരും. അതുകൊണ്ട് അങ്ങനെ വരാതെ സഹോദരിമാരെന്നും വിശ്വസ്തനായ ദൈവമാണ്. എന്റെ സ്ഥിതിക്ക് ഇന്ന് തന്നെ ഞങ്ങൾക്ക് 2 കാറ് സഭ വാങ്ങിച്ചു തന്നതാണ്. എല്ലാ അനുഗ്രഹമായിട്ട് നിറഞ്ഞ് കവിച്ച് തുളുമ്പുന്ന നന്മയും കരുണയും പിന്നാലെ വരുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നന്മയിൽ നടത്തും. അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഒരിക്കലും സഹോദരിമാർ അതിനകത്ത് നിരാശപ്പെടരുത്. ദേവദാസനോട് ചേർന്ന് ദേവദാസനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വാക്കാണ് എനിക്ക് വ്യത്യാസം വരുത്തും. ബൈബിളിൽ നിന്ന് എത്രയോ വാക്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ടല്ലേ. നമ്മുടെ ദൈവവും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയും അതിന്റെ മഹത്വത്തിന്റെ ധനത്തിന് തീർത്തു തരും. അതാ നേരം പറയേണ്ടത്. ഒരു സമയത്തിന് വരും, അത് തരും. അങ്ങനെ ഞങ്ങൾ അതിന് അനുഭവസ്ഥരാണ്. താങ്ക് യു സിസ്റ്റർ. വളരെ ഇത് അനേകർക്ക് പ്രയോജനമാകുന്ന ഒരറിവാണ് പ്രിയ ആന്റിയിൽ നമുക്ക് കേൾക്കുവാനിടയായിട്ട്. അനേകർക്ക് അത് പ്രയോജനമായി തരും. കാരണം ഈ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക സഹോദരിമാരുണ്ട്, പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ എന്റെ അനുഭവം വളരെയധികം എന്നെ പിന്നോട്ട് ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ ദൈവം ഞങ്ങളെ നടത്തിയതും ഒരു പട്ടിണിയുടെ അനുഭവത്തിലൂടെയാണ്. 2007 ജൂൺ ജൂലൈ മാസങ്ങൾ പ്രത്യേകിച്ച് ദൈവം ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ദൈവം തന്നെ ഞങ്ങളെ നടത്തിയ ദിവസങ്ങളായിരുന്നു അത്. കുഞ്ഞുങ്ങൾക്ക് പോലും പാല് കൊടുക്കുവാനോ ബിസ്ക്കറ്റ് കൊടുക്കുവാനോ ഇല്ലാതെ അടുത്തുള്ള വീട്ടിൽ അവർ കഞ്ഞിവെള്ളം ഗട്ടറിലോട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോ ആ കഞ്ഞിവെള്ളം പോയി ചോദിച്ചു വാങ്ങിച്ച് കുടിക്കാം എന്നുള്ള ഒരു ചിന്ത വരെയും ജീവിതത്തിൽ കടന്നു. അങ്ങൊരു അനുഭവമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ദൈവദാസനെ കുറ്റം പറയാനോ ദൈവത്തോട് വാക്കിനാൽ പാപം ചെയ്യുവാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ കൃപ തന്നു. പ്രത്യേകിച്ച് ആന്റി പറയുമ്പോഴും ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവം അതിനു വേണ്ട കൃപ തരും. അതെ, അത് തന്നെയാണ് നാം വിശ്വസിക്കേണ്ടത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിൽ മറ്റു വരുമാനങ്ങളൊന്നുമില്ലാത്തവർക്ക് അത് വളരെ ഒരുപക്ഷെ ബുദ്ധിമുട്ടായി തോന്നാം. കുഞ്ഞുങ്ങളെ പോറ്റുവാൻ കഴിയാതെ, അല്ലെങ്കിൽ യാത്രയ്ക്ക് പോലും ഉള്ള ആവശ്യമായിട്ടുള്ള വണ്ടിക്കൂലിക്ക് പോലും പൈസ ഇല്ലാതെ നടന്നുപോയ അനുഭവങ്ങളൊക്കെ നമ്മൾ നാളുകളിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നാം ഒന്ന് വിശ്വസിക്കുക, ഇന്നത്തെ കഷ്ടപ്പാടല്ല നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. നാളെ ദൈവം നമ്മെ ഉയർത്തും. കഷ്ടതകൾ അതൊരു ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് അത് പറഞ്ഞാൽ ദൈവ അനുഭവത്തിലൂടെ നമ്മെ നടത്തുമ്പോൾ അത് വളരെ നമുക്ക് അത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നതാണ്. നാളെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന നല്ല അവസരങ്ങളാണ്. അവസരങ്ങളെല്ലാം അതൊക്കെ സാക്ഷ്യമായി തന്നെ നിലനിൽക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പ്രിയ സുവിശേഷ വേല കുടുംബമേ, ഇവിടെ നിന്ന് പ്രിയ ആന്റിയിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത് സുവിശേഷ വേല എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ അനുഭവമല്ല. തികച്ചും സുവിശേഷ വേലയിൽ നമുക്ക് പണം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ ഭദ്രമായി ജീവിക്കാമെന്നോ പ്രതീക്ഷിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങരുത്. അപ്പോൾ തന്നെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ദൈവം നടത്തും, ദൈവം കരം പിടിച്ചുയർത്തും, ദൈവം കൃപ തരും എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നുവെങ്കിൽ എല്ലാ കഷ്ടപ്പാടുകളും മാറി സന്തോഷത്തിനാൽ നിറയ്ക്കുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങൾ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കാരണമായി തീരും. അത് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. എങ്കിലും നമുക്ക് മുമ്പിൽ മറ്റു വിഷയങ്ങളും നമുക്ക് പറയേണ്ടതുണ്ടായോണ്ട് അടുത്ത ഒരു വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ആന്റി നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം, പ്രത്യേകിച്ച് ഒരു സുവിശേഷ വേലക്കാരി, ഒരു പാസ്റ്ററിന്റെ വൈഫ് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. കോപം എന്ന് പറയുന്ന ഒരു സ്വഭാവം പലരിലും വളരെ വർദ്ധിച്ച് അത് മുഖാന്തരം ഒത്തിരി പ്രശ്നങ്ങളും വിവാഹമോചനത്തിൽ വരെ കലാശിച്ച ചില വിഷയങ്ങൾ നമുക്കറിയാം.
അതുകൊണ്ട് ഒരു ദൈവദാസി ആയി തീരുമ്പോൾ, ഇപ്പോഴാണെങ്കിലും ശരി, അനേക വർഷങ്ങളായതിനു ശേഷമാണെങ്കിലും ശരി, കോപം, ദേഷ്യം എന്നിത്യാദി സ്വഭാവങ്ങളുള്ള സഹോദരിമാരുണ്ട്. ഇവരുടെ സുവിശേഷ വേല തികച്ചും ആ ഒരു സ്വഭാവത്തിലൂടെ പോയാൽ അത് സക്സസ് ആയി തീരത്തില്ല, അത് ദൈവനാമത്തിന് മഹത്വത്തിന് കാരണമായി തീരുകയുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ദൈവദാസനോടൊപ്പം ജീവിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തെ എങ്ങനെ മെരുക്കിയെടുക്കാം, ഇല്ലെങ്കിൽ ആ സ്വഭാവത്തെ നമുക്ക് എങ്ങനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാം, ഈ വിഷയത്തെ കുറിച്ച് ആന്റി പറയാൻ പറ്റുമോ? അതൊരു നല്ല ചോദ്യം. സുവിശേഷ ദേവദാസന്റെ ഭാര്യ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുമെന്നത് നമുക്കെല്ലാവരും ഒരു യാഥാർത്ഥ്യമാണ്. അതിന് തെറ്റില്ല, അത് അങ്ങനെ വേണം. കാരണം മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതം അവരുടെ മുൻപിൽ എപ്പോഴും ഒരു മാതൃകയായിരിക്കണം. നമ്മളെ നോക്കുന്നവരുടെ മുൻപിൽ, സഭയുടെ മുമ്പിൽ നമ്മൾ എവിടെ ആക്കിയിരിക്കുന്നോ നമ്മുടെ അതിന്റെ ചുറ്റുപാടുകളുടെ മുമ്പിൽ എപ്പോഴും അവരുടെ ഭാര്യമാരൊരു മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ എപ്പോഴും എന്താ അവരെ എല്ലാം ഭരിക്കും. അതിന് നമ്മൾ ആ ഒരു വലിയ ബോധത്തോടെ വയ്ക്കാൻ ഞാൻ എന്ത് ചെയ്താലും എല്ലാം വയ്ക്കുന്ന ഒരാൾ, ദൈവം ശ്രദ്ധിക്കുന്നതിന്റെ മുമ്പിൽ നമ്മൾ 100% ആയിരിക്കും. മനുഷ്യരുടെ മുമ്പിലും നമ്മൾ അധികമായിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ സ്തോത്രം. മറ്റുള്ളവർ എപ്പോഴും ഒരു ഭാര്യ എന്ന നിലയിൽ നമ്മളിൽ ആഗ്രഹിക്കുന്നത് അവർക്കൊക്കെ എങ്ങനെയായാലും സാരമില്ല, ശ്രേഷ്ഠമായ ഒരു ജീവിത രീതിയാണ്, ജീവിത സ്വഭാവം മറ്റുള്ളവർ നമ്മളിൽ ആഗ്രഹിക്കും. ദൈവത്തിന്റെ സ്തോത്രം. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ഒന്നും ദേവദാസന്റെ ഭാര്യമാർ ചെയ്താൽ ലോകം അതിന് മാർക്കിടും. പിന്നെ നമ്മൾ പറയുന്നതിന് പോലും ഒരു വില കൽപ്പിക്കത്തില്ല. അങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ വേർപെട്ടവരാണെന്ന് നമ്മളെ വിളിച്ച് ദൈവം ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുള്ള നമ്മുടെ ഇടപെടൽ, സൗമ്യത, നമ്മുടെ സംസാരം, ഒരു വിഷയത്തെ ചെയ്യുമ്പോൾ പരിജ്ഞാനം, കോപിക്കണം. അത് അവിടെ സംയമനം പാലിച്ച് അടക്കി നമ്മളാണ് ദേവദാസന്റെ ഭാര്യ. ഒരു ബിലീവർ ആണെങ്കിൽ നമ്മൾ കർത്താവേ, എന്നാൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നല്ല സാക്ഷി എപ്പോഴും വേണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കോപിക്കാതെയും ഹല്ലേലൂയ. ഇതിനു മുൻപ് പണ്ടങ്ങനെ ആയിരുന്നെങ്കിൽ അതിലെല്ലാം വ്യത്യാസം. ക്രിസ്തുവിലായപ്പോഴേ നമ്മളൊക്കെ വലിയ ദേവദാസന്റെ ഭാര്യ ആയിരിക്കുമ്പോൾ അതല്ല, ശ്രേഷ്ഠത്തിൽ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾ ആയിരിക്കണം എന്ന് ലോകം പോലും നമ്മളോട് പറയും. ഇപ്പോഴും ജ്ഞാനം നമുക്ക് ചിരിക്കും. പ്രസംഗത്തെക്കാൾ വലുതാണ് നമ്മുടെ ജീവിതം. അല്ല, ഒരു ദേവദാസന്റെ ഭാര്യ എപ്പോഴും നമ്മുടെ സാക്ഷ്യം സൂക്ഷിക്കുന്നുണ്ട്, ഇടപെടുന്നതിലും കൊടുക്ക വാങ്ങലും എല്ലാവരും. ശേഷം തുമ്മാരുടെ ഭാര്യമാർ അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രോവർബ്സിൽ നോക്കിയാൽ ജ്ഞാനമുള്ള സ്ത്രീയെ പറ്റിയ കൂടുതൽ അതിനകത്ത് പറഞ്ഞ വചനങ്ങൾ സ്ത്രീയെ പറ്റി പറയും. പല അധ്യായങ്ങളിൽ ജ്ഞാനത്തെ പറ്റി, സ്ത്രീയെ പറ്റിയും, പ്രത്യേകിച്ച് പ്രോവർബ്സ് 31 ചാപ്റ്റർ 31 എടുത്ത് വായിച്ചാല് അതിന്റെ 10 മുതൽ താഴോട്ട് വായിച്ചാൽ അതാ ഒരു ദേവദാസന്റെ ഭാര്യ എങ്ങനെയായിരിക്കണം. എല്ലാ വിശ്വാസത്തിലും എല്ലാവരുമാരും ഞാൻ എപ്പോഴും പറഞ്ഞു, ഞാൻ അത് പല പ്രാവശ്യം വായിക്കും. അതിനകത്ത് ഓരോ വാക്യവും കാണപ്പെടുന്നതുപോലെ ഞാൻ ഇങ്ങനെ എന്റെ ജീവിതം അങ്ങനെയാണോ എന്ന് ശോധനയൊക്കെ അതൊരു മുഖാന്തരം. നമ്മള് മാതൃകയാക്കുക. വചനത്തിൽ എന്തു പറയുന്നു, മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ചിന്തിക്കുന്നത് പോലും ദൈവവചന പ്രകാരമാണോ എന്ന് നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ഇടയ്ക്കിടെ അടിക്കടി ശോധന ചെയ്ത ഒരു ജയജീവിതം നമ്മുടെ സ്വഭാവത്തിൽ നമുക്കും ഒരു തൃപ്തി വേണം. ദൈവം ചുറ്റുപാടുള്ളവരും ഒരുപോലെ. സാത്താൻ എപ്പോഴും നമ്മളെ കുറ്റം വിധിക്കാനുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണ്ട. നമുക്ക് മനസാക്ഷി കുറ്റം വിധിക്കാത്ത ദൈവവചനം നമ്മളെ ഉപദേശിക്കുന്ന രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ പ്രോവർബ്സ് 31 അതിന് നല്ലൊരു ഉദാഹരണമാണ്. ഹല്ലേലൂയ. അങ്ങനെ മാതൃകയായി വചനത്തിൽ നിന്ന് എടുക്കാൻ കൊള്ളാവുന്ന സഹോദരിമാര് ജയജീവിതം ചെയ്തവർ, അവരുടെ സ്വഭാവ വിശേഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കൊള്ളാവുന്നതാണ്. ഞാൻ അങ്ങനെ അവരൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ദൈവത്തിൽ കൊണ്ടുവന്ന് ശോധന ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അങ്ങനെ ദിനത്തോറും ഇന്നും ഓരോന്നിൽ നിന്ന് ഞാനിങ്ങനെ മുന്നോട്ട് ജയിച്ച് ഞാൻ ജയിക്കാൻ കഴിയാത്ത പല സ്വഭാവങ്ങൾ നമ്മളെല്ലാവരും ഉണ്ട്. പക്ഷെങ്കില് പ്രാർത്ഥിച്ചും വചനം വായിച്ചും ദൈവാത്മാവിൽ ആശ്രയിച്ചും ഓരോ ദിവസം കർത്താവ് ഇന്ന് വന്നാൽ നമുക്ക് പോകണ്ടേ. അതുകൊണ്ട് എല്ലായിടത്തും വചനപ്രകാരം ആയിരിക്കാൻ, ഒരു ദിവ്യ സ്വഭാവത്തിന് ഉടമകളായിരിക്കാൻ ദേവദാസന്റെ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ദൈവാത്മാവ് നമ്മൾ അങ്ങനെ തന്നെ നടത്തും. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരു തമാശയ്ക്കാണെങ്കിൽ പോലും കേൾക്കാറുള്ള ഒരു വിഷയമാണ് ഈ ട്രാൻസ്ഫറിന്റെ സമയത്തൊക്കെ സഭക്കാര് പറയുന്നത്, പാസ്റ്റർ ഈ വർഷം കൂടി ഇരിക്കട്ടെ, ദൈവദാസി വേണമെങ്കിൽ പൊക്കോട്ടെ എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. ഇതൊക്കെ വളരെ, പ്രത്യേകിച്ച് സഹോദരിമാരാകുന്ന നമ്മൾ, പ്രത്യേകിച്ച് ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് സാക്ഷ്യം പ്രാപിക്കുന്നവരായിരിക്കണം എന്നാണ് വിലപ്പെട്ട ഉപദേശം
പ്രിയ ആന്റിയിലൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നത്. മറ്റുള്ളവരെ പോലെ നാം ജീവിക്കാൻ സാധ്യമല്ല. ഒരു പാസ്റ്ററിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പക്വതയുണ്ടായിരിക്കണം, വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആമേൻ. അവിടെയും ഇവിടെയും വിശ്വാസികൾ വിശ്വസിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ആമേൻ പകർന്നു കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാകരുത്. മാത്രമല്ല, പ്രിയ ആന്റി പറഞ്ഞതുപോലെ ജ്ഞാനമുള്ള സ്ത്രീ ആയിരിക്കണം. അവളുടെ വില മുത്തുകളെക്കാളും വിലയേറിയതാണ്. അപ്പോൾ സാമർഥ്യമുള്ള സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നാം കേട്ടല്ലോ. സദൃശ്യവാക്യം 31 അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. അതുപോലെ ദൈവദാസിയിലൂടെ നാം കേൾക്കുന്ന പോലെ നാം എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുന്നവരുമായി തീരുവാൻ ഇടയായി തീരട്ടെ. പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പാസ്റ്റേഴ്സിന്റെ വൈഫ്മാർ അല്ലെങ്കിൽ ദൈവദാസിമാർ മറ്റുള്ളവരിൽ എപ്പോഴും ആകർഷിക്കപ്പെടുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. എല്ലാവരും അവരെ ശ്രദ്ധിക്കുവാൻ ഇടയായി തീരും. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നവരാണ്. നാം മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടവരല്ല. അതേസമയം അവൻ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുക്കണം. അത് നാം മനസ്സിലാക്കണം. ദൈവദാസന്റെ ഭാര്യ മറ്റുള്ളവരെ പോലെ അല്ല, ഒരു വിശ്വാസിയെ പോലെ അല്ല ജീവിക്കേണ്ടത്. അവരിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ വേണം ആമേൻ ജീവിക്കുവാൻ. അതുകൊണ്ട് നല്ല സാക്ഷ്യം ഉള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കുക. മാനുഷികമായിട്ട് നമുക്ക് കഴിയുന്നതിനേക്കാൾ ഉപരി നാം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവമാണ് നമ്മോട് കൂടെ ഉള്ളത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനാവശ്യമായ ദൈവകൃപ നാം പ്രാപിക്കണം. മറ്റുള്ളവർ സംസാരിക്കുന്ന പോലെ നാം സംസാരിക്കാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം. അത് ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. അതുകൊണ്ട് ഒരു ദൈവദാസന്റെ ഭാര്യ എന്ന നിലയിൽ വളരെ ശ്രദ്ധയോടും പക്വതയോടും കൂടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഒരു പാസ്റ്ററുടെ ഭാര്യ എന്നുള്ള അവസ്ഥയിൽ എല്ലാവരെയും പോലും ജീവിക്കാൻ സാധ്യമല്ല എന്ന് നാം കേട്ട് കഴിഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് പക്വതയോടുകൂടെ വേണം സംസാരിക്കുവാനും ഇടപെടുവാനും എല്ലാ കാര്യങ്ങളും ജ്ഞാനത്തോടു കൂടെ ചെയ്യണം എന്ന് നാം കേൾക്കുകയുണ്ടായി. അടുത്തതായിട്ട് ആന്റി മറ്റൊരു വിഷയം, സുവിശേഷ വേലക്കാരായ സഹോദരിമാർ അപ്പോൾ തന്നെ ജോലിയുള്ളവരുമായിട്ടുള്ളവരുണ്ട്. ജോലിയോട് കൂടെ സുവിശേഷ വേല ചെയ്യുന്നവരും. അങ്ങനെ ഒരു അവസ്ഥയിൽ ജോലിയും ശരിക്ക് കൊണ്ടുപോകണം, അതേ സമയത്ത് മിനിസ്ട്രിയും നന്നായിട്ട് ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? പ്രത്യേകിച്ച് അത് ആന്റിക്ക് നന്നായിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറ്റും എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് സുവിശേഷ വേലയും അതേ സമയത്ത് ജോലിയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും? അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്തിരുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ എം എ വർഗീസ്. ഞങ്ങളുടെ വിവാഹം കഴിയുന്ന സമയത്ത് കർത്താവിൻദാസൻ എയർഫോഴ്സിൽ ജോലിയായിരുന്നു. അന്ന് ഒരു സുവിശേഷ വേലക്കാരെന്നുള്ള ആ രീതിയിലല്ല ഞങ്ങളുടെ വിവാഹം കഴിയുന്നത്. ഒരു എയർഫോഴ്സ് ജോലി ചെയ്യുന്ന ഒരാളോട്ട്. എന്നാൽ എൻ്റെ വിശ്വാസം കർത്താവിനെ അതുപോലെ സ്നേഹിക്കുകയും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട്, ഞാനൊരു മർത്തോമ കുടുംബത്തിൽ മുന്നോട്ട് വന്നതുകൊണ്ട് അതേ വിശ്വാസമുള്ള ഒരാൾ വേണമെന്ന് എനിക്കൊരു വലിയ നിർബന്ധവും പ്രാർത്ഥനയുമായിരുന്നു. അങ്ങനെ ഒരു വിശ്വാസിയുമായിട്ടുള്ള ഒരു വിവാഹമാണ് കർത്താവ് നടത്തി തന്നത്. പക്ഷെ ജോലിയോടുകൂടി. എന്നാൽ വിവാഹ ജീവിതം കഴിഞ്ഞ് ഒരുമിച്ചായപ്പോഴാണ് വിശ്വാസിയല്ല, കർത്താവിന്റെ വേലയിൽ അതുപോലെ താല്പര്യവും ഉത്സാഹവും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പിന്നീട് കാലക്രമം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. അങ്ങനെ എയർഫോഴ്സ് ജോലിയോടുകൂടി തന്നെ കൂടുതൽ സമയവും ഗോസ്പൽ വർക്കിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. സുവിശേഷ വേല എന്നുള്ളത് എനിക്കങ്ങനെ കഴിവൊന്നുമില്ല. സുവിശേഷ വേല ഒരു പാസ്റ്ററെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ വിശ്വാസത്തിലും വചനപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ അങ്ങനെ ഒരുമിച്ച് കുടുംബജീവിതം ആരംഭിച്ചു. ഞങ്ങള് കർത്താവിൻദാസൻ എയർഫോഴ്സ് ജോലി ആയിരുന്നത് കൊണ്ട് ജോലിക്ക് പോയി.
തിരിച്ചു വരുന്ന സമയം എയർഫോഴ്സിലായിരുന്നുകൊണ്ട് 2 മണി വരെ സാധാരണ ജോലി ടൈം രാവിലെ 7 മുതൽ 2 മണി വരെ. വന്നു കഴിഞ്ഞാൽ അല്പസമയം റെസ്റ്റ് എടുത്തേച്ച് ഡെയിലി പിന്നെ സുവിശേഷയിലേക്ക് അങ്ങ് പോകും കർത്താവിന്റെ ദാസൻ. ആരംഭത്തിലൊക്കെ ഞാൻ അധികം കൂടെ പോയിട്ടില്ല. ഞാൻ വീട്ടിൽ എന്നെ ഏൽപ്പിച്ചത് പ്രാർത്ഥനയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രാർത്ഥന, കർത്താവിന്റെ ദാസൻ മീറ്റിങ്ങുകൾ നടത്താനും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോകും. പലയിടത്ത് ദൂരത്തൊക്കെ സൈക്കിളിലാണ് അവിടുത്തെ യാത്രയൊക്കെ, മീറ്റിങ്ങിന് പോവുകയൊക്കെ ചെയ്യും. എന്നാല് സുവിശേഷ വേല എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിനോട് സന്തോഷമല്ലാതെ അതിനൊരു പ്രയാസം തോന്നിയില്ല. അതിന്റെ മുമ്പിൽ എന്ത് വന്നാലും കർത്താവിന്റെ വേല എന്നുള്ളൊരു വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് ജോലി ഒരു തടസ്സമല്ല എന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പലരും സുവിശേഷ വേല ചെയ്യുമ്പോൾ ജോലി ചെയ്യാൻ സമയമില്ല അങ്ങനൊക്കെ. ഇത് ഇപ്പം പറയാം, അന്ന് സുവിശേഷ വേല ചെയ്തത് ഇന്നത്തേനേക്കാളും കൂടുതൽ ആത്മാക്കൾ നേടിയിട്ടുണ്ടെന്ന് പറയും. എയർഫോഴ്സിലായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നു. ബാംഗ്ലൂരിൽ ആദ്യം വന്ന് അവിടുന്ന് ഡൽഹിയായി, പിന്നെ പഞ്ചാബ് അമൃത്സർ, ബട്ടിണ്ട, അങ്ങനെ പല സ്ഥലങ്ങളിൽ അവിടെ ഒക്കെ പോകുമ്പം മീറ്റിങ്ങുകൾ ഒരു ഭാര്യയ്ക്ക് അതിന്റെ പിന്നിലുള്ള റെസ്പോൺസിബിലിറ്റി എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാകും. അതാർക്കും മനസ്സിലാകത്തില്ല, പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടൊക്കെ ജോലിയും ഇതും കൂടെ എങ്ങനെ ഒക്കുമെന്ന് ഒരു ചിന്ത പോലും വന്നിട്ടില്ല. കാരണം ഞാൻ വന്ന് കണ്ടത് അങ്ങനെ തന്നെയാ. ജോലിയോടുകൂടി സുവിശേഷ വേല എന്നുള്ളത് ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ സന്തോഷത്തോടെ ഏൽപ്പിച്ചു കൊടുത്താൽ അതിന് തക്കവണ്ണം എന്നെയും ദൈവം ആ രീതിയിൽ ആക്കിയെടുത്തു. കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിച്ച് പോയിടത്തൊക്കെ കർത്താവിന്റെ വേലയിൽ വളരെ ശക്തമായി കർത്താവിന്റെ ദാസൻ ഉപയോഗിക്കപ്പെടുന്നത് കാണും. ഞാൻ അതിന്റെ പിന്നിൽ പ്രാർത്ഥനയോ പാടുവാൻ അവസരം കിട്ടുന്നിടത്ത് പാടുകയോ പിന്നെ വീട്ടിൽ വരുന്നവരെ അതുപോലെ സൽക്കരിക്കുകയും സ്നേഹിക്കുകയും അവരോടുള്ള നമ്മുടെ സമീപനം. ഒരു കർത്താവിന്റെ ദാസൻ പ്രസംഗിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു ദൗത്യം നമ്മളവിടെ അടുത്ത് വരുന്ന നമ്മുടെ ഭവനങ്ങളിൽ പാർക്കുന്നിടത്ത് പാസ്റ്ററെ അന്വേഷിച്ചായിരിക്കും വരുന്നെങ്കിലും ഭാര്യമാരാണ് അതിന് വേണ്ടുന്നതായ അവിടെ കൊടുക്കേണ്ടതായ പ്രവർത്തികളിൽ, നമ്മുടെ പ്രവർത്തികളിൽ കൂടെ, നമ്മുടെ ഇടപെടലിൽ കൂടെ, നമ്മുടെ സ്നേഹത്തിൽ കൂടെ എല്ലാം അവരെ ദൈവത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഭാര്യമാർക്ക് അവിടെ ഒരു വലിയ പങ്കുണ്ട്. അത് എല്ലാവരും സമ്മതിച്ചു തരത്തില്ലായിരിക്കും, പക്ഷെ നമുക്കറിയാം. ഞാൻ അന്നൊക്കെ ഓർക്കും അതിന്റെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഉറപ്പളി പല കഷ്ടപ്പാട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ വരും. പക്ഷെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ ജയാളിയായി മുന്നേറുന്ന ഒരാളിന് അതൊക്കെ സഹിക്കാനും ഏത് സാഹചര്യത്തിലാണേലും മുന്നോട്ട് പോകാനുള്ള കൃപ ദൈവം തരും. അതാണ് കൃപ. എനിക്ക് എപ്പോഴും കൃപയാ പറയാനുള്ളത്. കൃപ ലഭിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ ആ കൃപയുടെ കൂടെ എല്ലാം കർത്താവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിന് സമർപ്പണമുള്ള ഒരു ഹൃദയം. ജോലിയും വേലയും കൂടെ സുവിശേഷയിലും കൂടെ എങ്ങനെയാണെന്നൊരു ചിന്ത പോലും നമുക്ക് വരേണ്ട ആവശ്യമില്ല. കർത്താവ് അതിനുവേണ്ടി നമ്മളെ നിയമിച്ചാക്കുകയാണെന്നൊരു ബോധം നമ്മുടെ ഉള്ളിൽ, ഒരു കാഴ്ചപ്പാട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് പോയിടത്തെല്ലാം ഡൽഹിയിലും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം അവിടെ ചെയ്തു. കർത്താവ് ഏൽപ്പിച്ച സുവിശേഷ വേലയിൽ അന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ കാഴ്ചപ്പാട് സുവിശേഷ വേലയെ പറ്റി വലിയ കാഴ്ചയൊന്നുമില്ല. പക്ഷെ കർത്താവിന്റെ ദാസൻ ചെയ്യുന്നതിന്റെ പുറകിൽ എന്നാലാവത് കൈത്താങ്ങൽ ചെയ്യാൻ ഞാൻ സഹായിച്ചിട്ടുണ്ടെന്ന് അന്ന് അറിയുന്ന രീതിയിൽ. എന്നാ അന്നത്തെ രീതിയല്ല ഇന്ന്. ഒത്തിരി വളരും തോറും നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റിയും അത് എന്റെ ദൗത്യമാണ്, എന്നെ ഏൽപ്പിച്ച കാര്യമാണെന്നുള്ള വലിയൊരു ഒരു സന്തോഷത്തോടു കൂടിയുള്ളൊരു ചിന്ത വരും. കാരണം ഇവിടെ അല്ലല്ലോ നമുക്ക് പ്രതിഫലം. സ്വർഗത്തിൽ നമ്മളെ കാണുന്നവരൊന്നും എല്ലാം ഒന്നും മനസ്സിലാക്കില്ലെങ്കിൽ നമ്മെ മനസ്സിലാക്കുന്ന ഒരു കർത്താവുണ്ട്. ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്യുന്നത് ഒരു പ്രയാസമുള്ള കാര്യമേ അല്ല. ദൈവത്തിന് സ്തോത്രം. സുവിശേഷ വേല എന്നൊരു കാഴ്ചപ്പാട് അന്നില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷ വേല ജോലിയോടുകൂടി ഒരു തടസ്സമില്ലാതെ പോകും. 17 വർഷം കർത്താവിന്റെ ദാസൻ ജോലിയിലായിരുന്നു. അതില് 13 ഞാൻ ഞങ്ങൾ വിവാഹിതരാകുന്നതിന് മുൻപേ 3 വർഷമോ 4 വർഷമോ ജോലി. അത് കഴിഞ്ഞുള്ള ബാക്കി 13 വർഷമോ 14 വർഷം ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിലായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ചർച്ച് മീറ്റിങ്ങും ആരാധനയും ഒന്നും മുടക്കാതെ ബൈബിൾ ക്ലാസ്സുകൾ അനേക ഇടങ്ങളിൽ, പേഴ്സണൽ ഇവാഞ്ചലിസ്റ്റും വീടുകളിൽ പോയാൽ ചിലപ്പോൾ രാത്രി 12 മണി 1 മണിയൊക്കെ തിരിച്ച് പാസ് വന്നിട്ടുണ്ട്. കാരണം അന്ന് അവിടെ ഇരുന്ന് ചെയ്താൽ അവിടുന്ന് 2 ആത്മാക്കളെയും കൊണ്ടേ വന്നിട്ടുള്ളൂ. അങ്ങനെ പോയിടത്തൊക്കെ സഭകൾ ആരംഭിച്ചിട്ട് ബട്ടിണ്ടയിലും അമൃത്സറിലും ഒക്കെ പോയിടത്തൊക്കെ സഭകൾ. ബാംഗ്ലൂരിൽ ആരംഭത്തിൽ തന്നെ ഒരു സഭയുടെ ആരംഭം കുറിച്ചിട്ട് ഇവിടെ ഞങ്ങൾ ഡൽഹിയിലോട്ട് പോകുന്നത്. 1ഉം 2ഉം പേരെ ആദ്യം കിട്ടും. പിന്നെ മീറ്റിങ്ങുകൾ നടത്തിയൊക്കെ ആത്മാക്കൾ വന്ന് ഇന്ന് വലിയ സഭകളായി അതൊക്കെ കാണുന്നത് ഒത്തിരി സന്തോഷമാണ്. അപ്പൊ നമുക്ക് ചെറുതെന്ന് തോന്നിയാലും ജോലിയോടുകൂടി ദൈവം ഏൽപ്പിക്കുന്ന കാര്യം ചെയ്യാനുള്ള കൃപ കൂടെ കർത്താവ് തരും. അതിന് ഒരു നല്ല സാക്ഷ്യമാണ് ഞങ്ങളുടെ ജീവിതം. ദൈവത്തിന്റെ സ്തോത്രം.
ആത്മാക്കള് മിക്കവാറും ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്, മീറ്റിങ്ങുകൾക്കായാലും പേഴ്സണൽ ഇവാഞ്ചലിസം അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടങ്ങളൊക്കെ പോകും. വലിയൊരു ആത്മഭാരം കർത്താവിന്റെ എനിക്ക് ആത്മഭാരം ഉണ്ടെങ്കിലും എങ്ങനെ ആത്മാക്കൾ നേടാനുള്ളതാ പ്രസംഗവും ശുശ്രൂഷയൊന്നും എനിക്കില്ല. എന്റെ അനുഭവ സാക്ഷ്യം ഞാൻ സഹോദരിമാരോട് പറയുമായിരുന്നു അന്നും. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസരം കിട്ടുമ്പോഴൊക്കെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുമ്പോഴും ഇന്നത്തേനേക്കാളും കുറയാത്തൊരു സന്തോഷമുള്ള ക്രിസ്ത്യ ജീവിതവും സുവിശേഷ വേല അന്ന് നടന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ടാവത് അന്ന് ഞാൻ ചെയ്യുമായിരുന്നു. പുറകിൽ നിന്ന് കൈത്താങ്ങൽ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് അന്നുള്ള കാഴ്ചപ്പാട്. അങ്ങനെ നിന്നിടത്തൊക്കെ നിൽക്കുവാനും ആത്മാക്കളെ നേടുന്നതിൽ അന്ന് എനിക്കും അതിനകത്തൊരു പങ്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് ഞങ്ങളെ ജോലിയോടുകൂടി, കർത്താവിന്റെ ദാസന് ജോലിയോടുകൂടിയുള്ള സുവിശേഷ വേലയിൽ ഇന്നുവരെയും ജയകരമായി 17 വർഷം കാരണം വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു. അത് കഴിഞ്ഞാണ് സഭയുടെ ഈ ചാർജ് എടുത്ത് ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് 2 വർഷം പ്രൈവറ്റിൽ ജോലി ചെയ്യുവാനിടയായി. അന്നും ജോലിയും വേലയും കൂടെ സമയം വളരെ കുറവായിരിക്കും, എങ്കിലും സുവിശേഷ വേലയ്ക്ക് ഒരു മുടക്കം വരാതെ ദൈവം ഏൽപ്പിച്ചതെല്ലാം ചെയ്യുവാൻ കർത്താവ് കൃപ തന്നു. ദൈവം നമ്മളെ കണ്ടുകൊണ്ടിരിക്കും. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും സഹോദരിമാർക്ക് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഈ ജോലിയോടുള്ള ബന്ധത്തില് നമ്മൾ തിരക്കാണെന്നൊക്കെ പറഞ്ഞാലും കർത്താവിന്റെ ദാസന്മാർ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത് വേണ്ടുന്ന കൈത്താങ്ങൽ അവിടെ ഒക്കെ കൊടുത്തില്ലെങ്കിൽ അതിനൊക്കെ ഒരു മുടക്കം വരും. അതുകൊണ്ട് നമ്മൾ ഒരുക്കമുള്ളവർ, എപ്പോഴും സുവിശേഷവേലയിൽ ഒരുക്കമുള്ളവരായിരുന്നു. ജോലിയുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും അതനുസരിച്ച് വേലയിൽ വർദ്ധിച്ചു വരുവാൻ സഹോദരിമാരുടെ ഉത്സാഹവും അവരുടെ സമർപ്പണവും എല്ലാം അതിന് മുഖാന്തരമാണ്. ജോലി ഒരു തടസ്സമല്ല സുവിശേഷയിലേക്ക്. കർത്താവ് വിളിക്കുമ്പോൾ ജോലി വിട്ട് ഇറങ്ങണം. എന്നാൽ ജോലിയുള്ളവർ അല്ലെങ്കിൽ ദൈവത്തിന്റെ സമയം വരെ കാത്തിരുന്നാൽ അന്നും കർത്താവിന്റെ വേലയ്ക്ക് മുടക്കം വരാതെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് എന്റെ അനുഭവമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അറിവ് നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നല്ലോ. പ്രത്യേകിച്ച് ദൈവദാസിയുടെ അനുഭവം വ്യക്തമായി പറയുവാനിടയായി തീർന്നു. ഈ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു വിഷയം, ഒരു ദൈവദാസൻ ഇങ്ങനെ പരാതി പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നു. കാരണം നേഴ്സ്, ജോലിക്കാരിയായ ഒരു സഹോദരിയാണ് തനിക്ക് തുണയായി കർത്താവ് നൽകിയിരിക്കുന്നത്. പക്ഷെ ജോലി ഉണ്ടായത് കൊണ്ട് സുവിശേഷ വേലയിൽ ഒട്ടും താല്പര്യമില്ലാതെ ദൈവദാസന് ആ ഒരു സപ്പോർട്ട് ഒരിക്കൽ പോലും നൽകുവാൻ കഴിയാതെ തൻ്റെതായ ആ ലോകത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ ആന്റിയിലൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നതും സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ മറ്റ് ഭൗതികമായിട്ടുള്ള ഒരു ജോലി ഉണ്ട് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അത് ഒരിക്കലും അത് തെറ്റെന്നല്ല പറയുന്നത്. മാത്രമല്ല ജോലിയോടൊപ്പവും സുവിശേഷ വേല നന്നായി ചെയ്യാൻ കഴിയും എന്നുള്ള അനുഭവം തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയ ആ പ്രിയ ആന്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞൊരു വിഷയം, ദേവദാസൻ ജോലിക്ക് പോയിട്ട് കടന്നു വന്ന് അല്പസമയം റെസ്റ്റ് എടുത്തിട്ട്, നമ്മ കേൾക്കുന്ന പ്രത്യേകിച്ച് സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ സഹോദരിമാരും അറിയേണ്ട ഒരു വിഷയം, ദൈവത്തിന്റെ ദാസി പറഞ്ഞ വിഷയം, അല്പസമയം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും സുവിശേഷ വേലയ്ക്ക് പോകുന്ന ഒരു ദൈവദാസനായിരുന്നു തൻ്റെത്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലും നാം അതാണ് മനസ്സിലാക്കേണ്ടത്. ഭൗതികമായിട്ടുള്ള ഒരു ജോലിയേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് കർത്താവിന്റെ വേല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജോലിയേക്കാൾ മുഖ്യത്വം ദൈവിക ശുശ്രൂഷയ്ക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ ജോലിയോടുകൂടെ ഈ ശുശ്രൂഷ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭംഗിയായി അത് ചെയ്യുന്നതിൽ മടുപ്പില്ലാതെ ഇരിക്കുക. പ്രത്യേകിച്ച് ദൈവദാസന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുക. പ്രത്യേകിച്ച് അതിന് വലിയൊരു പങ്ക് സഹോദരിമാർക്കുണ്ട് എന്നുള്ളത് മറന്നു പോകാതെ, ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, അപ്പോൾ തന്നെ ജോലിയോടുകൂടെ നിങ്ങൾ സുവിശേഷ വേലയിൽ വലിയ പങ്കാളിത്തം വഹിക്കുക. അനേകം ആത്മാക്കളെ അതിലൂടെ നേടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആന്റി, അടുത്തതായിട്ടൊരു വിഷയം സംസാരിക്കുവാനുള്ളത്, പ്രത്യേകിച്ചും സുവിശേഷ വേലയിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, പാസ്റ്റർ ആയാലും ശരി, ദൈവദാസി ആണെങ്കിലും ശരി, രോഗികളായി ഭാരപ്പെടുന്ന അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ദൈവദാസനോടൊപ്പം തുടർന്ന് മിനിസ്റ്റർ ചെയ്യുന്നതിൽ വളരെ പുറകോട്ടായിരിക്കും അവരുടെ ശാരീരിക അവസ്ഥകൾ അനുസരിച്ച്. ചിലപ്പോൾ കൂടെ വിസിറ്റിംഗ് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ചർച്ചിന്റെ ആരാധനകളിലോ ഒക്കെ പരമാവധി
ദൈവദാസിമാർ പങ്കെടുക്കുമെങ്കിലും അങ്ങനെ കഴിയാതിരിക്കുന്ന അനേക സഹോദരിമാരുണ്ട്. അങ്ങനെയുള്ളവരുടെ ആശ്വാസത്തിനും അവർക്ക് എപ്രകാരം ആ വേലയിൽ തുടർന്നും പങ്കാളികളാകാൻ കഴിയും, ആ വിഷയത്തെ കുറിച്ച് ആന്റി അല്പമായിട്ട് സംസാരിക്കാൻ കഴിയുമോ? രോഗം കടന്നു വരുമ്പോൾ എങ്ങനെ ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന് ആ ഒരു പ്രയാസം വരാത്ത രീതിയിൽ ആ രോഗാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ച ദൈവം കൊണ്ടുവന്നത്. ദൈവത്തിന് വന്നേ ഇതൊക്കെ ഒരു ഉദ്ദേശമായിരുന്നായിരിക്കും ഇങ്ങനെ ഒരു അവസരം വരുമെന്നുള്ളതൊക്കെ ഞാൻ വളരെ രോഗിയായി സുവിശേഷ വേലയിൽ ചർച്ചിന്റെ ഇൻചാർജ് കർത്താവിന്റെ ദാസനെ എടുത്ത ശേഷം ഞങ്ങൾ ഇവിടെ സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ വന്നെന്നാൽ ഇവിടെ വന്ന ശേഷം ഞാൻ രോഗിയായി. നമുക്കറിയാം രോഗം കടന്നു വരുമ്പോൾ മരുന്നും ഡോക്ടറും ഒക്കെ നമ്മൾക്ക് ആവശ്യമാണ് ആവശ്യമാണ്. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഡോക്ടർമാരിലും മരുന്നിലും ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ദൈവമക്കൾ ഏതിലെല്ലാം ആശ്രയിച്ചാൽ നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ദൈവത്തോടെ എന്തായാലും സൗഖ്യദായകൻ ദൈവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയിൽ വിളിച്ചാക്കിയിട്ട് ഒരു രോഗം വന്നാൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശം അതിലുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കെന്നുള്ള വചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ഞാൻ വളരെ രോഗിയായി കിടന്ന സമയങ്ങളിൽ എന്നെ ജീവിപ്പിച്ചെല്ലാം വചനമാണ്. പ്രാർത്ഥനാ ജീവിതം അനേകര് പ്രാർത്ഥിച്ചു, ഇനി എഴുന്നേൽക്കത്തില്ല എന്നുള്ള ചിന്തയോടെ കിടന്ന ദിവസങ്ങളുണ്ട്. അത്രമാത്രം രോഗം. എങ്കിലും സുവിശേഷ വേലയ്ക്ക് ഒരു മുടക്കവും കർത്താവിന്റെ ദാസന് വന്നിട്ടില്ല. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വളരെ സീരിയസ് അവസ്ഥയിലും കൊടുത്ത പ്രോഗ്രാം ഒന്നും മുടക്കാതെ കർത്താവിന്റെ ദാസൻ അന്നും പോകുമായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു പിറുപിറുപ്പൊന്നുമില്ല. ഹൃദയത്തിൽ ചില സമയത്ത് ഒരു പ്രയാസം തോന്നിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു പിറുപിറുപ്പോ കംപ്ലൈന്റോ ഇല്ലാതെ അന്നൊക്കെ കർത്താവ് നിർത്തി. നമുക്ക് സ്വയമായിട്ട് നിൽക്കാൻ കഴിയത്തില്ല, എന്നാൽ അന്നൊക്കെ കർത്താവ് നിർത്തി. ഇനി കാണുമോ എന്ന് സംശയിച്ച ദിവസങ്ങളുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് വരെ ആയുസ്സോടെ വർഷങ്ങളായി കർത്താവ് രോഗസൗഖ്യം നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞാല്, ഒരു ദൈവദാസന്റെ ഭാര്യ രോഗിയായാലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മരിച്ചാൽ കർത്താവിനോടുകൂടെ പോകും നിശ്ചയമാണ്. എനിക്ക് ഒരു സംശയമില്ല എന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കാണുന്നത്. എന്നാലും നമ്മുടെ പ്രായവും നമ്മുടെ ഹസ്ബൻഡിന്റെ പ്രായവും കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവരെ ഓർക്കുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ കർത്താവെ ആയുസ് നീട്ടി തരണമെന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ട്. എന്നാൽ അതിന്റെ ഒക്കെ മുൻപിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം തരുന്ന ഒരു വലിയ വിശ്വാസം, കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഞാൻ അന്ന് വചനങ്ങൾ ഇങ്ങനെ ഉരുവിടും, മരിക്കയില്ല ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അസുഖം എത്ര കൂടുതലായാലും പിന്നെ ഒരു ജീവൻ തരാൻ കർത്താവിന് കഴിയുമല്ലോ എന്നുള്ള വലിയ വിശ്വാസം. വചനമാണ് നമ്മളെല്ലാത്തിലും അധികമായി ദൈവമക്കൾക്ക് ജീവൻ കൊടുക്കുന്നതും നമ്മളെ ബലപ്പെടുത്തുന്നതും നമുക്ക് വിടുതൽ തരുന്നതും രോഗസൗഖ്യം തരുന്നതും എല്ലാം. നമ്മൾ എന്തെല്ലാം ഉപയോഗിച്ചാലും ദൈവ സൗഖ്യമാക്കിയെങ്കിലേ സൗഖ്യമാകത്തുള്ളൂ. അതെന്റെ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. എത്ര വാഗ്ദത്തങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിച്ച് അല്ലെങ്കിൽ വെള്ളം വീഞ്ഞാക്കി കലത്തിൽ നിന്ന് തക്ക സമയത്ത് എടുത്ത് കോരി കൊടുത്തപ്പോ വീഞ്ഞായി പുറത്ത് വന്നതുപോലെ വചനം സംഗ്രഹിച്ചു വെച്ചാൽ ആവശ്യ സമയത്ത് നമ്മുടെ രോഗത്തില്, പ്രശ്നത്തില്, കഷ്ടത്തില്, പ്രതികൂലങ്ങളിലെല്ലാം തക്ക സമയത്ത് വേണ്ടുന്ന വചനം എടുത്ത് അത് വിശ്വസിച്ച് ദൈവശക്തിയായി നമ്മളിൽ അത് രൂപാന്തരപ്പെടുവാനിടയാകും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള വാഗ്ദത്ത വചനങ്ങളെ രോഗികളായിരിക്കുമ്പോൾ ഉരുവിട്ട് വചനത്താൽ നമുക്ക് ബലപ്പെടും. വചനം നമ്മളിൽ ക്രിയ ചെയ്യും. ദൈവത്തിന് രോഗസൗഖ്യം മക്കളുടെ അവകാശമാണ്. അത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച അനേക സംഭവങ്ങളുണ്ട്. വചനം വിശ്വസിക്കുന്നവരിലേക്ക് അത് അളവറ്റ ശക്തിയോടെ ഹല്ലേലൂയ വ്യാപരിക്കും എന്നുള്ള വചനം. ഇങ്ങനെ ഓരോ വചനങ്ങൾ നമ്മൾ അതാണ് ദൈവദാസന്റെ ഭാര്യമാർ എപ്പോഴും വചനം എത്രയും കൂടുതൽ ഗ്രഹിച്ച് ഉള്ളിലാക്കാം, അത്ര ആക്കി വെച്ചാൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ശത്രു നമുക്ക് എതിരെ വരുമ്പോഴും ഹല്ലേലൂയ ഒരു ആയുധവും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഫലിക്കയില്ലെന്ന് പറഞ്ഞാൽ അത് രോഗമായാലും ദുഃഖമായാലും പ്രതികൂലമായാലും എല്ലാം വചനത്താൽ അതിനെ നേരിടാനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണത്. പല ആയുധങ്ങളുണ്ടല്ലോ, അതിലൊരായുധമാണ് വചനവും പ്രാർത്ഥനാ ജീവിതവും. ദൈവത്തിന് സ്തോത്രം. ഒരു തലവേദനയോ ഒരു രോഗമോ ഏത് വേദന, ശരീരവേദനയോ മാനസികമായ വേദനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവദാസന്മാർ ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല. ആരംഭത്തിലൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതിന് മുമ്പ് തളർന്നു പോകും, ക്ഷണിച്ചു, നമ്മളെ മറ്റുള്ളവർ ബലപ്പെടുത്തേണ്ടി വരും. എന്നാൽ നമ്മളെ ദൈവം ഉറപ്പിച്ചു നിർത്തുന്നത് വചനത്തിൽ കൂടെ. എന്നോട് ഒരിക്കലും ഒരു വചനം ഇടപെട്ടാൽ എനിക്കത് പിന്നെ കുറെ വർഷങ്ങളിലേക്ക് എന്നെ അതൊക്കെ ബലപ്പെടുത്തി അങ്ങനെ ഇടപെട്ട് ഒരുപാട് വചനങ്ങൾ എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് എനിക്കറിയാം.
ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്. അതൊരു വചനം എന്നെ ബലപ്പെടുത്താണ്. അതുപോലെ തന്നെയാണ് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. എന്ന് വെച്ചാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർക്കും കുലുക്കങ്ങൾ വരും. നമ്മളെയൊക്കെ എത്ര കുലുക്കിയിട്ടുണ്ട്. പക്ഷെ ക്രിസ്തുവാദ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയതിനാൽ രോഗത്തിനോ കഷ്ടത്തിനോ പ്രതികൂലത്തിനോ നിന്ദയ്ക്കോ കഷ്ടം ഒന്നിനും നമ്മളെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. രോഗം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാർക്ക് ഒരു ഭാരമായിട്ടല്ല, അവരും നമ്മളോട് കൂടെ സഹകരിക്കും. ഹല്ലേലൂയ. അഥവാ സഹകരിക്കാത്തൊരു ഭർത്താവാണെങ്കിലും നമ്മൾ സന്തോഷത്തോടെ സഹിച്ചേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ വേലയിലാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, രണ്ടുപേരും ചേർന്ന് അങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനയോടും ദൈവകൃപയോടും മുന്നോട്ട് പോയാൽ നമുക്ക് ജയകരമായ ക്രിസ്തു ജീവിതവും സുവിശേഷ പ്രവർത്തനങ്ങൾ കുറവ് വരാതെ മാതൃകയായി രോഗത്തിന്റെ മധ്യത്തിലും മരണമെങ്കിൽ മരണം ദൈവം അതാ നിശ്ചയിച്ച് പോയേ പറ്റുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ ഞാൻ ഇവരുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് എനിക്ക് ഇത്രയും ആയുസ്സെന്ന് എനിക്ക് 77-ാമത്തെ വയസ്സിൽ ഞാൻ നടക്കുകയാണ്. ദൈവത്തിന് 77 കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഞാൻ നിൽക്കുന്ന എനിക്ക് തന്നെ അല്പം തിരിഞ്ഞു നോക്കിയാല് കർത്താവിന് എന്തോ ഉദ്ദേശമുള്ളതുകൊണ്ട് പിന്നെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരിമാർക്കൊരു നല്ല ഒരു സാക്ഷ്യമായി ഞാൻ പറയുകയാണ്. രോഗം വന്നാലും അതിന് മുമ്പിലും തളർന്ന പോലെ യഹോവയിലാണെങ്കിൽ ആശ്രയം കുലുങ്ങരുത്. രോഗം വന്നാലും വിട്ടുവീക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്, അത് തന്നെ എന്നെ സൗഖ്യമാക്കുന്ന ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് എത്രയോ പ്രാവശ്യം ഞാൻ ബലഹീനതയിൽ എഴുന്നേറ്റ് വന്ന് രോഗത്തിൽ സൗഖ്യം പ്രാപിച്ചു. കർത്താവ് യഹോവയെ കർത്താവ് ദൈവം നമ്മുടെ സംഗീതവും ബലവും കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണ. എന്ത് കഷ്ടമാണെന്ന് പറയുന്നില്ല, അത് ഏത് കഷ്ടവുമാകാം, രോഗമോ ദുഃഖമോ കഷ്ടമോ കണ്ണുനീരോ, എല്ലാത്തിലും സംഗീതവും ബലവുമായ കർത്താവ് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂട്ടോട്ടെ. എത്ര വാഗ്ദത്തങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിച്ച് ജീവിതത്തിൽ അനുഭവമാക്കണം. മറ്റുള്ളവരോട് പറയുകയും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമായിരുന്നാൽ രോഗത്തിലും നമുക്ക് ഒരു പ്രയാസമില്ലാതെ സന്തോഷത്തോടെ സുവിശേഷം ചെയ്യാൻ കഴിയും. എന്റെ കിടക്കയിൽ ഞാൻ രോഗിയായിരിക്കുമ്പോഴേ എന്റെ അടുക്ക് വരുന്നവരോട് സാക്ഷ്യങ്ങൾ പറയാനും രോഗത്തിന്റെ കാഠിന്യം കണ്ടിട്ട് ഞാൻ കരയുവാണെന്നും കൊണ്ട് ചിലർ കയറി വരുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കാനുള്ള കൃപദൈവം തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലും ദൈവത്തിന്റെ കൃപ താങ്ങി നടത്തി. അതിന്റെ സഹോദരിമാരെ, രോഗം വന്നാലും ഏത് പ്രശ്നം വന്നാലും അതിലൊന്നും ഭയപ്പെടാതെ കുലുങ്ങാതെ കർത്താവിൽ ആശ്രയിച്ച് നിന്നാൽ ദൈവം നടത്തുക തന്നെ ജയകരമായി നടത്തും. സുവിശേഷ വേലയിൽ കർത്താവ് ദൈവദാസനും അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അതാണ് എന്റെ എത്ര പ്രചോദനാത്മകമായ ഒരു സന്ദേശമാണ് ദൈവദാസിലൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നത്. രോഗികളായി തീരുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത് എന്നാണ് നാം കേൾക്കുവാൻ ഇടയായി തീർന്നത്. വചനം ഉരുവിടുക. നിശ്ചയമായും രോഗിയായി തീർന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അവൻ നിവർത്തി നിർത്തും. നമ്മുടെ തല ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ആമേൻ. രോഗിയായി തീരുമ്പോൾ പലപ്പോഴും ജനങ്ങൾ എന്ത് ചെയ്യാറുള്ളത്? പിറുപിറുത്ത് ദൈവത്തോട് പരിഭവമുള്ളവരായി ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ആലോചന പ്രിയ ദൈവദാസിയിലൂടെ നാം കേൾക്കുവാൻ ഇടയായി തീർന്നത്, ആമേൻ, നാം പിറുപിറുക്കാതെ ദൈവദാസനോട് ചേർന്ന് വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ദൈവദാസന് സപ്പോർട്ടായിരിക്കാൻ സുവിശേഷ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ആന്റി. സുവിശേഷ വേലയിൽ മറ്റുള്ളവരാൽ പലപ്പോഴും സഹോദരിമാർ അവഗണിക്കപ്പെടാറുണ്ട്. എന്തുകൊണ്ടൊക്കെയോ പല കാരണങ്ങൾ ഉണ്ടാകാം. എങ്കിലും പൊതുവായി നാം ചിന്തിക്കുമ്പോൾ സഹോദരിമാരുടെ ജീവിതത്തിൽ അവഗണനകൾ അധികമായിട്ട് അനുഭവിക്കാറുണ്ട്. അത് അവരെ സുവിശേഷ വേലയിൽ നിന്നും ഒന്നുകിൽ മനസ്സ് അവരുടെ കാഠിന്യപ്പെടുത്തുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ കടന്നു വരും, ഇല്ലെങ്കിൽ അവർ പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ അവസ്ഥയിൽ കാരണങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ സുവിശേഷ വേലയിൽ ഇങ്ങനെ ഒരു അവഗണന ഒരു സഹോദരിക്ക്, ഒരു കർത്തൃദാസന്റെ വൈഫിന് ഇങ്ങനെ ഉണ്ടായാൽ ആ സമയത്ത് എങ്ങനെയാണ് അവർ അതിനെ തരണം ചെയ്ത് സുവിശേഷ വേലയിൽ തുടരേണ്ടത്? അപ്പോൾ തന്നെ മറ്റൊരു വിഷയം കൂടെ, മറ്റുള്ളവർ അവഗണിക്കപ്പെടുന്നത് പോലെ തന്നെ പുകഴ്ചയും ഉണ്ടാകാം. എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റു നല്ല സോഷ്യൽ വർക്കുകൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അവഗണന മാത്രമല്ല, പരിഗണന അല്ലെങ്കിൽ പുകഴ്ചയും അവരുടെ ജീവിതത്തിൽ ലഭിക്കും. മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ നാം എന്തു മനസ്സിലാക്കണം? ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് നാം ശാന്തരായിരിക്കണം. മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ നാമും പുകഴ്ചയ്ക്കനുസരിച്ച് പുകഴുവാൻ പാടില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ ആന്റിയുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നോ അവഗണിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പുകഴ്ച ലഭിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ
ഒരു സുവിശേഷ വേലക്കാരിയായ സഹോദരി എങ്ങനെ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാം? പ്രൈസ് ലോർഡ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ആണ് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിച്ചത്. അത് നാം ഓർക്കണം എപ്പോഴും. നാം നന്മ പ്രാപിച്ചാലും തിന്മ പ്രാപിച്ചാലും അവഗണിക്കുന്നവരിൽ നിന്ന് നാം ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, പ്രാപിക്കുന്നുമില്ല, അല്ലേ? ദൈവത്തിങ്കിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് സഹായം വരുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് അവഗണിക്കുന്നവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതിനെ ഓർത്ത് വിചാരപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവഗണിക്കുന്നവരെ നമ്മൾ ശത്രുക്കളായി ഒരിക്കലും കാണണ്ട. കാരണം അത് നമുക്ക് നന്മയ്ക്കായി തീർക്കുവാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. അവഗണിക്കുന്നവരെ നമ്മൾ ശത്രുക്കളായി വിചാരിക്കണ്ട. അവരുടെ സ്വന്തമായിട്ടല്ല, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയായിരിക്കും അവരെ കൊണ്ട് നമ്മളെ അവഗണനയിലേക്ക് നടത്തപ്പെടുന്നത്. പിന്നെ ചില സമയത്ത് ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇപ്പം കർത്താവിന്റെ ദാസനോട് ഒരുമിച്ച് നമുക്ക് പരിചയമുള്ള എവിടെയെങ്കിലും ഒന്ന് ചെല്ലുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാതെ ഒരാളെ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയങ്ങൾ, അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് വലിയ ദുഃഖം തോന്നിയിട്ടുണ്ട്. നമ്മളെ ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം തെറ്റാണെന്ന് പിന്നത്തേതിൽ മനസ്സിലായിട്ടുണ്ട്. സാരമില്ല, കർത്താവിന്റെ ദാസനുള്ള ശുശ്രൂഷയുള്ള ഞാൻ കൂടെ ഇങ്ങനെ പോകുന്ന പതിവുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് എല്ലായിടത്തും പോകുന്നത്. എല്ലായിടത്തും അല്ല, ചിലയിടത്ത് അത് ചിലപ്പോൾ ശ്രദ്ധക്കുറവുണ്ടായിരിക്കും. എന്നാലും നമുക്ക് ആ സമയമൊക്കെ ഒരു അവഗണന പോലെ തോന്നുമ്പം മനസ്സിൽ ദുഃഖം തോന്നിയിട്ടുണ്ട്. ഞാനോടും പറയാറില്ലെങ്കിലും ദൈവസന്നിധിയിൽ ഞാൻ പറയും, കർത്താവ് അറിയാമല്ലോ, കർത്താവിന്റെ നാമത്തിലാണല്ലോ വന്നത്, അതുകൊണ്ട് അതിന് സ്തോത്രം പറയാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. പിന്നീട് അങ്ങനെ ഉണ്ടായാലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഒരിക്കൽ ഞാനത് മെരിക്കൂരാന്റെ ആന്റിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ ഏതോ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ, അവിടുത്തെ അച്ചായന് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അച്ചായൻ ഒരിക്കൽ പറഞ്ഞു, അച്ചായൻ കോവിലെ വലിയ കുടുംബത്തിലെ ആളും ഒക്കെ, പക്ഷെ കൊച്ചമ്മയാണ് അന്ന് ശുശ്രൂഷയിൽ മുന്നിട്ടത്. അതുകൊണ്ട് രണ്ടുപേരും കൂടെ ബാംഗ്ലൂരിൽ ശുശ്രൂഷിക്കാൻ അവരൊക്കെ വരുന്നതാണ്. അങ്ങനെ പലയിടത്തും ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ അച്ചായന്റെ ഒരു അനുഭവം പറഞ്ഞതിന് ഒത്തിരി ബലപ്പെടുത്തി. അച്ചായൻ വലിയ കുടുംബത്തിലെയും വലിയ പണം എല്ലാ വിധത്തിലും നല്ല ഒരു ദേവദാസനുമാണ്. എന്നാൽ കൊച്ചമ്മയുടെ ശുശ്രൂഷയെ ഓർത്ത് രണ്ടുപേരും കൊണ്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം കൊച്ചമ്മയെ എല്ലാവരും ശ്രദ്ധിക്കുകയും വളരെ ഉയർത്തി ഇതായിട്ട് പിന്നെ അച്ചായനെ അത് കാണുമ്പം അച്ചായന്റെ ആ കുടുംബസ്ഥിതി എല്ലാം വെച്ച് അച്ചായൻ അത് ഒത്തിരി ഫീൽ ചെയ്യെങ്കിലും ദൈവവേലയെ സ്നേഹിക്കുകയും കൊച്ചമ്മയെ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്ന വേലയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് അതൊക്കെ സഹിക്കുമെങ്കിലും അച്ചായൻ പറഞ്ഞു, വീട്ടിൽ വന്ന് എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ചായന്റെ അവസ്ഥ കടന്നുപോയ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനോർത്തു, പിന്നെ ഞാൻ എന്തുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം, അച്ചായനോട് അങ്ങനെ കാണിച്ചെങ്കിൽ അതൊക്കെ അച്ചായൻ ക്ഷമിച്ചു. പക്ഷെ അവരെ കർത്താവ് ശക്തിയോടെ ഉപയോഗിക്കാനിടയായില്ല. അപ്പൊ ഇത് ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളാണ് ഇതൊക്കെ. ആരും അങ്ങനെ അവഗണിക്കപ്പെടാത്തവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവിന്റെ വേലയിൽ നിൽക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കാതെ അവഗണിച്ചാലും മാനിച്ചാലും നമ്മളെ കർത്താവാണ് മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അല്ലെ? അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ വാഴുന്ന കർത്താവ്, രാജാവ് വാഴുന്ന എന്നെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് മനസ്സിലാക്കി വരാൻ സമയമെടുക്കും. എൻ്റെ ഉള്ളിൽ വാഴുന്ന കർത്താവിനെ അവർ അവഗണിക്കുന്നു. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഇനി അതൊന്നും സാരമേ അല്ല, കർത്താവാണ് നമ്മുടെ ഉള്ളിൽ വാഴുന്നത്. നമ്മൾ കർത്താവിന്റെ മക്കളെന്നുള്ള പദവിയിലാണ് നമ്മൾ പോകുന്നതും വരുന്നതും എല്ലാം. അതുകൊണ്ട് പൗലോസ് പറയുന്ന പോലെ എപ്പോഴും സന്തോഷിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പം ദൈവ ഇഷ്ടം എന്തുവാ? എപ്പോഴും സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ അവഗണനയുള്ളപ്പോഴും സന്തോഷിക്കണമെന്ന് തന്നെ അതിന്റെ അർത്ഥം. എപ്പോഴും സന്തോഷിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. പിന്നെ നമുക്കത് പ്രശ്നമേ അല്ല. അവഗണന കിട്ടിയതിന് സ്തോത്രം എന്ന് പറയാൻ നമ്മളെ പഠിപ്പിക്കും ദൈവം, അല്ലല്ലോ. പിന്നെ നമുക്ക് കിട്ടുന്നു അവഗണന കുറവുമായിരിക്കും, കിട്ടിയാലും അതൊന്നും ഒരു വിഷയമേ അല്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ രഹസ്യം. ക്രിസ്ത്യ ജീവിതത്തിന്റെ ജയത്തിന്റെ രഹസ്യം അതാണ്. ചിലതൊക്കെ ദൈവാത്മാവ് നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതനുസരിച്ച് നമ്മളങ്ങ് സമർപ്പിച്ച് അതിൽ സന്തോഷം മുന്നോട്ട് വാങ്ങിൽ ഇവിടെ എല്ലാം നമുക്ക് ജയമാണ്. അവഗണന വന്നാലും സാരമില്ല, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ആ വിഷയത്തിൽ അതുപോലെ തന്നെ മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു സന്തോഷം തോന്നും ആദ്യം, അല്ലേ? ഒന്ന് പുകഴ്ത്തി പറയുമ്പോൾ, മുമ്പേ സിസ്റ്റർ പറഞ്ഞ പോലെ ഒരു ശുശ്രൂഷ കഴിയുമ്പോൾ, ഒരു പാട്ട് പാടി കഴിയുമ്പോൾ, ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, എല്ലാം കഴിയുമ്പോൾ ഒരു വാക്കാരെങ്കിലും വന്ന് നമ്മളെ ഒന്ന് പുകഴ്ത്തി പറയുമ്പോൾ അതൊരു ആദ്യം ഒരു സന്തോഷമോ തോന്നും.
പക്ഷെ പഠിച്ചു വരുമ്പോൾ അറിയാം അതിൽ സന്തോഷിക്കേണ്ട ഒരാവശ്യമില്ല. കാരണം കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്തു, സന്തോഷിച്ച സ്തോത്രം. ഇത് നമ്മൾ ദുഃഖിക്കാൻ പോകുന്നില്ല, സന്തോഷ. പക്ഷെ അതിൽ നമ്മൾ തന്നെ പുകഴാനോ പ്രശംസ ചിന്തയിൽ പോലും വരാതെ നമ്മളെ തന്നെ നമ്മൾ സൂക്ഷിക്കണം. പ്രശംസ അല്ലെങ്കിൽ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ അവർ സന്തോഷം കൊണ്ട് പറയുന്നവരുണ്ട്, മനസ്സിൽ സന്തോഷമില്ലാതെ അസൂയയിൽ നിന്ന് പുറമെ പറയുന്നവരുണ്ട്. അതൊക്കെ ഈ മനുഷ്യന്റെ ലോകത്തിലല്ലേ, എല്ലാ വിധത്തിലും ഉണ്ട്. എല്ലാ വിധത്തിലും നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ദൈവാത്മാവുള്ളവർക്ക് ചിലത് ആത്മാവിൽ മനസ്സിലാക്കാൻ കഴിയും. അതിനൊരു സംശയമില്ല. നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ നമുക്കറിയാം. പക്ഷെ പിശാച് അതിൽ കൂടെ നമ്മളിൽ നിഗളം കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ചെയ്തു എന്ന് നമുക്കും ചിലതിലൊന്ന് തോന്നിപ്പോയാൽ ഒരാളൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ കുറച്ച് നേരത്തേക്ക് അതിലൊക്കെ പ്രശംസയും പുകഴ്ചയും ഒക്കെ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യും. അതൊക്കെ ദൈവസേനയിൽ അനുഗ്രഹത്തിന് തടസ്സമായി വരും. അതുകൊണ്ട് അങ്ങനെ വരാതെ സൂക്ഷിക്കണം. നമ്മളെ പുകഴ്ത്തിയവരോട് ഒരു വാക്ക് താങ്ക്സ് പറയുകയോ അല്ലെ അതിന് സ്തോത്രം പറയുകയോ ചെയ്താൽ അതും നല്ലതാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരു കാര്യം, ഏത് രീതിയിലാണെങ്കിലും അവര് പറഞ്ഞത് നമ്മൾ കേട്ടു, അതിന്റെ വേറെ അതിനെപ്പറ്റി ഉയർത്തി പറയാനൊന്നും പോകണ്ട. അവഗണന വന്നാൽ ദുഃഖിക്കുകയും വേണ്ട, പുകഴ്ത്തി പറഞ്ഞാൽ സന്തോഷിക്കുകയും വേണ്ട. കാരണം എന്താണ്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ആ കാര്യങ്ങളിലൊക്കെ കർത്താവിനെ അത്ഭുതമായി നടത്തുന്നുണ്ട്. അവഗണന വന്നാലും സ്തോത്രം, പുകഴ്ത്തി പറഞ്ഞാലും സ്തോത്രം. കാരണം എന്താണെന്നോ, പുകഴ്ത്തി പറഞ്ഞാൽ പൊങ്ങാനും പോകണ്ട, അവഗണിച്ചാൽ താഴാനും പോകണ്ട. കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം, കർത്താവിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. എന്നെ പുകഴ്ത്തിയാൽ എനിക്ക് പൊങ്ങാനും ഒന്നുമില്ല, താഴ്ത്തിയാൽ ഞാൻ താഴാനും ഒന്നുമില്ല. കർത്താവിനെ നിർത്തിയിരിക്കുന്നത്, കർത്താവിൽ എന്നെ അതിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ പുകഴ്ചയിലും അവഗണനയിലും നമുക്ക് ഒരു ദുഃഖത്തിനും സന്തോഷത്തിനും കൂടുതൽ സന്തോഷിക്കാനും കാര്യമില്ല. നമ്മിൽ കൂടെ എന്തേലും ഹല്ലേലൂയ ഒരു നല്ല കാര്യം കർത്താവ് ചെയ്തെങ്കിൽ അതിന്റെ മഹത്വം മുഴുവൻ കർത്താവിന് എന്നുള്ള ആ ഒരു മെന്റാലിറ്റി, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം ജയാളികളാണ്. അതുകൊണ്ട് ദൈവദാസന്മാരായ നമ്മൾ ഇതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവഗണനയിലും പുകഴ്ചയിലും ഒരുപോലെ ഞാൻ ആരാണെന്നുള്ള ആ ബോധത്തോടെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ അത് ജയജീവിതമാണ്. ഓക്കെ. അമേൻ, അമേൻ, അമേൻ. ഇത് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് സുവിശേഷ വേലയിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു നല്ല സത്യമാണ്. യേശു കർത്താവ് പോലും അവഗണിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ ലോകം നമ്മെയും അവഗണിക്കും. അങ്ങനെ ഒരു അവഗണന വന്നാലും, ആന്റി നല്ലൊരു തോട്ടാണ് അവിടെ പറഞ്ഞത്. അവഗണന വന്നാൽ നമ്മൾ താഴാനും പോകേണ്ട, പുകഴ്ച വന്നാൽ ഉയരാനും പോകേണ്ട. അങ്ങനെ ഒരു സ്ഥിതിയിൽ എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്താൽ ദൈവം നമ്മെ ഉയർത്തുവാനിടയായി തീരും. ഒരു പുകഴ്ചയും നമുക്ക് സ്വന്തമല്ല, നമ്മുടെ കഴിവുമല്ല, നമ്മുടെ പ്രാഗൽഭ്യവുമല്ല, ദൈവം നമ്മെ ഉയർത്തിയതാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ആന്റി അടുത്ത് ചോദിച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷ വേലയിൽ ഒരു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നാം എപ്രകാരം മാതൃകയോടെ തുടരണം. പ്രത്യേകിച്ച് നല്ല ഒരു മാതൃകയായ ധീര വനിതയാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ലോക പ്രശസ്തരായ നല്ല ദൈവദാസന്മാരുടെ മാതാവ് എന്ന നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസിയാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തികച്ചും ഞാൻ വിശ്വസിക്കുന്നു ആ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായിരുന്നത് കൊണ്ട് തന്നെയാണ് പ്രൈസ് ഗോഡ് ഇന്ന് പ്രശംസനാർഹീയമായി തീരുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള പുതിയ തലമുറയോട് ആന്റിക്ക് പറയുവാനുള്ള ഒരു അഡ്വൈസ് കൂടെ ഇതിൽ നിന്ന് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു മാതാവ് എങ്ങനെ മാതൃകയോടെ തുടരണം? കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയോടെ നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ. ദേവദാസി എന്ന നിലയിൽ ഒരു സുശേഷവേലയുടെ മുൻപിൽ നിൽക്കുന്ന മാതാവ്, പ്രത്യേകിച്ച് അമ്മമാരെപ്പോഴും മക്കൾക്ക് മാതൃക വെക്കണം. സ്വന്തം ഭവനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ കളരിയെ നമ്മൾ പറഞ്ഞു കേൾക്കുമല്ലോ. ഹല്ലേലൂയ. അവരുടെ സ്കൂളിൽ പോയി എല്ലാം പഠിക്കും, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും അവരുടെ ജീവിതത്തെ പണിതെടുക്കാൻ ആരംഭം ദൈവം നമ്മുടെ കയ്യിലോട്ടാ കുഞ്ഞിനെ തരുന്നത്. കൂടുതൽ സമയം അമ്മമാരുമായിട്ടാ മക്കള് ചിലവഴിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും അമ്മമാരിൽ നിന്നാണ് കൂടുതൽ ഒരു പഠിച്ചെടുക്കുന്നതെന്ന് ഒരു പറച്ചിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദേവദാസിമാരായ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുൻപിൽ അവർ നമ്മുടെ പാല് കുടിക്കുന്ന സമയം മുതൽ നമ്മളുടെ ശബ്ദങ്ങൾ, നമ്മുടെ വാക്കുകൾ, ഇപ്പോഴത്തെ ഓരോ ഇത് ടെക്നോളജി അനുസരിച്ച് കണ്ടുപിടിച്ചതിൽ നിന്ന്
ഉള്ളിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുങ്ങൾ ഉരുവാകുമ്പോൾ മുതൽ ഭവനത്തിൽ നടക്കുന്ന നമ്മുടെ സംസാരങ്ങളും കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങള് അവരുടെ വളർച്ചയിൽ പിടിച്ചെടുക്കുമെന്നൊക്കെ ഇപ്പം കേൾക്കുന്നത് നമുക്കറിയാം. അന്നത്തെ കാലത്ത്, നമ്മുടെ ആ കാലത്തൊന്നും അത്രയൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് തോന്നില്ല. എങ്കിലും ചെറുപ്പത്തിലെ ദൈവകൃപയിൽ വരുവാൻ ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് നമ്മുടെ ജീവിതം അത്രയും വളരെ സൂക്ഷിച്ചുള്ള സംസാരവും, പാപം ചെയ്യാതെ ആവോളം ജീവിക്കണമെന്നുള്ള, കള്ളം പറയാതെ ജീവിക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ബൈബിളിന് പഠിച്ചത് നിമിത്തം അങ്ങനെ മാതൃകയായി കുഞ്ഞുങ്ങളുടെ മുൻപിൽ നിൽക്കാൻ നമ്മളാരും പൂർണ്ണരല്ല, എങ്കിലും ആവോളം നിൽക്കാൻ കൃപ കർത്താവ് തന്നാണ് എന്റെ ജീവിതം മുന്നോട്ട് പോയത്. കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് വിശ്വാസികളായ നമ്മൾ, അല്ലെങ്കിൽ ദേവദാസിമാരാകുന്ന നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളിപ്പം ദേവദാസന്മാരുടെ ഭാര്യമാരെന്നുള്ള നിലയിൽ നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് പോലെ, വിരൽ ചൂണ്ടുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയും മറ്റു പലരും ശ്രദ്ധിക്കും. പിന്നെ ദേവദാസന്റെ അല്ലെ ദേവദാസയുടെ മക്കൾ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നമ്മുടെ ശബ്ദം, നമ്മുടെ ജീവിത മാതൃകയും ഉപദേശവും അവർക്ക് ഒരുപോലെ ആവശ്യം. അതൊന്നും പല മാതാക്കളും അറിയാതെ അവർക്ക് ശരീരത്തിന് വേണ്ടുന്ന പോഷണവും പുഷ്ടിയും കൊടുത്ത് വളർത്തുവാൻ ശ്രദ്ധിക്കും. എന്നാൽ അവരുടെ ആത്മീയ ജീവിതം, വിലയേറിയ ഒരു ആത്മാവിന് വേണ്ടിയുള്ളത് പല മാതാക്കൾക്കും അറിയാതെയാണ് കുഞ്ഞുങ്ങൾ വളർന്നുപോയി. ഇന്ന് അനേക വഴി തെറ്റി നടക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാര് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് ഒന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അന്ന് അറിയത്തില്ലായിരുന്നു എന്നുള്ള ദുഃഖ സത്യങ്ങളാണ് അവർ പറയുന്നത്. ഇന്നാണ് ഈ സത്യമൊക്കെ മനസ്സിലായത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എപ്പോഴേക്കും വഴി വിട്ടുപോയി എന്ന് പറഞ്ഞ് ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പലരും ദിവസങ്ങളിലേക്ക് പ്രാർത്ഥനകൾ മറുപടി വന്നവരുണ്ട്, ഇന്നും വരാത്തവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നമ്മൾ കുഞ്ഞുങ്ങളെ ഉപദേശിക്കേണ്ടതുപോലെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ ഉപദേശിക്കുകയും ദൈവത്തിന്റെ കൃപയാൽ അങ്ങനെ ഉപദേശിക്കാൻ ഞാൻ കുഞ്ഞുങ്ങൾ ഒരുവിധം പ്രായമായി കഴിഞ്ഞ് ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ, അവരുടെ ടീനേജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പറയുന്ന പോലെ നമ്മുടെ വിശുദ്ധിയിലുള്ള ജീവിതവും തെറ്റിയാത്ത ജീവിതവും അല്ലല്ലോ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്ന കൂട്ടുകാരോടൊക്കെ ഒക്കെ വന്നിച്ച്, എന്നാലും വീട്ടിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് അവർക്കറിയാം. എങ്കിലും ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ഇന്ന പോലെ ആണെങ്കിൽ അപ്പന്റെ ബൈബിൾ താത്തുവെപ്പിക്കാൻ ഒരിക്കലും ഇടയാകരുത്. കുഞ്ഞുങ്ങൾ നിമിത്തമുണ്ട് നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നമ്മ മാതൃകയായി എല്ലാത്തിലും കുഞ്ഞുങ്ങൾക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഉപദേശം കൊടുക്കുക. അന്നേരം ഒരിക്കൽ എന്റെ മൂത്ത മോനോട് ചോദിച്ചു, മമ്മി എപ്പോഴും ഞങ്ങളുടെ കൂടെ കാണുമോ, ഞങ്ങൾ വെളിയിൽ പോയാൽ പാപം ചെയ്യുമോ ഇല്ലയോ, മമ്മി എങ്ങനെ അറിയാൻ പറഞ്ഞാൽ അതിനൊക്കെ പ്രാർത്ഥന പുറകിലുണ്ടല്ലോ, എപ്പോഴും നിങ്ങൾക്കൊണ്ട് മുഴങ്കാലിരിക്കാൻ ഞാനുണ്ടല്ലോ ആയുസോടെ. അതുകൊണ്ട് എന്റെ കർത്താവ് അങ്ങനെ ഒരിക്കലും നിങ്ങളെ വിടത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ കുഞ്ഞുങ്ങളെ അവരുടെ ആ ഒരു പ്രായത്തില് ഉപദേശിക്കാവുന്ന ഒരു പ്രായമുണ്ട്, അത് കഴിഞ്ഞുകൊണ്ട് ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. അന്നൊക്കെ ദൈവത്തിന്റെ കൃപയാല് ഉപദേശിക്കുവാനും അവരെ പറഞ്ഞു കൊടുക്കുവാനും, അതുപോലെ തന്നെ നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതം ഒരു വാച്ച് ചെയ്യും. നമ്മൾ പറയുന്ന പോലാണ് അവരെ ഉപദേശിച്ച്. ഈ സിഗരറ്റ് വലിക്കുന്ന പിതാക്കന്മാര് മക്കളോട് സിഗരറ്റ് വലിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ ഉപദേശിക്കാൻ നോക്കും? കള്ള് കുടിക്കുന്നവർ മക്കൾ കുടിക്കുന്ന ഇഷ്ടമല്ല അവർക്ക്, പക്ഷെ അവരോട് എങ്ങനെ ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ ആ ദേവദാസിമാര് വായിൽ വരുന്നതൊക്കെ വിളിച്ചും പറഞ്ഞ് ചർച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഒരിടത്ത് പറയുന്നത് മറ്റൊരിടത്ത് പറഞ്ഞു പറയുകയും അങ്ങനൊക്കെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ സാധാരണക്കാരെ പോലെ പോയാൽ അവിടുത്തെ കുഞ്ഞുങ്ങളൊന്നും വേണ്ട പോലെ ദൈവകൃപയിൽ വളർന്നു വരും. എന്റെ അമ്മ ഇങ്ങനെ അല്ലെ എന്റെ അപ്പൻ ഇങ്ങനെ പ്രസംഗിക്കും, പക്ഷെ മാതൃകയല്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും അല്ലെങ്കിൽ ചിലടത്തെങ്കിലും അങ്ങനെ കുഞ്ഞുങ്ങളെ തെറ്റിപ്പോയ കുടുംബങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ കണ്ടു വളരുന്ന നമ്മളെ ആകയാൽ നമ്മുടെ ജീവിതം അവർക്കൊരു മാതൃകയായിരിക്കും. പിന്നെ നമ്മുടെ പ്രാർത്ഥന അവർക്ക് എപ്പോഴും കോട്ടയായിരിക്കും. കാരണം പാപം നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മുടെ തലമുറകൾ ജീവിക്കുന്നതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സത്യസന്ധതയുള്ളവരായി സത്യം അല്ലല്ലേ, അതൊക്കെ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന. ഞാൻ അവര് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, വഴിയിൽ കിടന്ന ഒരു സാധനം കിട്ടിയാൽ കുഞ്ഞുങ്ങൾ കുഞ്ഞെടുത്താൽ ഞാൻ പറയുമായിരുന്നു, മോനെ അത് നമ്മുടെ അല്ല, അത് എടുക്കരുതെന്ന്. അതെനിക്ക് ദൈവം തന്നൊരു കാഴ്ചപ്പാടായിരുന്നു. അത് സമയം ആരുമില്ല അതിന് ഉടമസ്ഥര്, അതുകൊണ്ട് തന്നെ എടുത്താൽ ചോദിച്ചെടുക്കുന്നവർ പലരും ഉണ്ട്. പക്ഷെ എന്നെ അത് ദൈവാത്മാവ് വിലക്കിയത് നിന്റെ അല്ല, എടുക്കരുതെന്ന്. ഞാൻ അത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് ഇന്നും 2 കുഞ്ഞുങ്ങൾ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിച്ചപ്പം ഒരു മകൻ പറഞ്ഞു, എന്റെ മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റേതല്ലാത്തൊരു സാധനം വഴി നൂലും കിട്ടി എടുക്കരുതെന്ന് പറയുന്നത് ഞാൻ കേട്ടു, മെസ്സേജിൽ പറയുന്നത്. അങ്ങനെ നമ്മളെ അവർ ശ്രദ്ധിക്കുകയും നമ്മുടെ നല്ല ഗുണങ്ങൾ അവരിലേക്ക് പകർത്തുവാനും നമ്മളാണ് ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി. സ്കൂളിൽ കിട്ടുന്ന ഒരു വശം ഉണ്ടെങ്കിലും ഹല്ലേലൂയ അവരുടെ വളർച്ചയിൽ
ഒരു അമ്മയ്ക്ക് വലിയ സ്ഥാനം അവരെ ദൈവകൃപയിലേക്ക് കുഞ്ഞുങ്ങളുടെ മേരിക്കോരാൻറ്റി പറയുമായിരുന്നു, കുഞ്ഞുങ്ങളുടെ കണക്ക് അമ്മമാർ എന്നായാലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം അവരെ വളച്ചൊടിക്കാവുന്ന ഒരു കൈക്കുഞ്ഞായിട്ട് നമ്മുടെ ഇങ്ങോട്ട് തരുമ്പം അന്ന് മുതൽ അവരെ വളർത്തേണ്ട പോലെ വളർത്തിയാൽ നിത്യതയിൽ അവർക്കാണ്. നമ്മൾ നിത്യതയിൽ പോയിട്ട് നമ്മുടെ തലമുറകൾ നരകത്തിൽ പോയാൽ നമ്മൾക്ക് എന്തോ സന്തോഷിക്കാൻ കഴിയും, പക്ഷെ സ്വർഗത്തിൽ സന്തോഷമേ ഉള്ളൂ. എന്നാലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? അതുകൊണ്ട് തലമുറകളെ ശ്രദ്ധിക്കുന്ന, മറ്റുള്ളവരെ നമ്മൾ ഉദ്ദേശിച്ച് ദൈവകൃപയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ തലമുറകൾ എങ്ങനെയെന്ന് എപ്പോഴും ഒരു ശ്രദ്ധ. അവര് വേണ്ട പോലെ ആയിട്ടില്ലെങ്കിൽ കണ്ണുനീരൊഴുക്കിയേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാം, എന്റെ കണ്ണുനീര് എത്ര ഉണ്ടെന്ന് അങ്ങ് ചെല്ലുമ്പോൾ നിങ്ങൾ കാണുമെന്ന് ഞാൻ മക്കളോട് പറയാറുണ്ട്. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക സമയം ദൈവം തരുക. എപ്പോഴും എന്ത് കിടന്നാലും ആ സമയം ഇപ്പൊ അത്ര ഒക്കുന്നില്ല, ഒക്കുമ്പോഴേ ഒക്കുള്ളൂ, കാരണം അതുപോലെ തിരക്കായി. എന്നാൽ ഒരു സമയം എന്റെ പ്രാർത്ഥനാ സമയം എന്നുള്ളത് ഞാൻ കുറച്ച് കളയാതെ തലമുറയ്ക്ക് വേണ്ടിയൊക്കെ അതുപോലെ, ഇന്നിപ്പൊ കൊച്ചുമക്കൾക്ക് വേണ്ടി അതുപോലെ പ്രാർത്ഥിക്കാൻ ദൈവം ഗമനം ലയിപ്പിച്ചിരിക്കാൻ 4 കൊച്ചുമക്കളുണ്ട് ഞങ്ങൾക്ക്. അവരും ദൈവകൃപയാൽ ഇതുവരെ ദൈവകൃപയിൽ നിൽക്കുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കപ്പെട്ട തലമുറ പുറത്തു വരണമെങ്കിൽ ഒരു മാതാവിന്റെ ജീവിതവും അവരുടെ സാക്ഷ്യവും അവരുടെ ഉപദേശവും ഒരുപോലെ ആവശ്യം. പ്രസംഗത്തെ പോലെ തന്നെ ജീവിതം വേണം. പ്രസംഗത്തെക്കാൾ നമ്മുടെ ജീവിത സാക്ഷ്യം യാഥാർത്ഥ്യമായി കുഞ്ഞുങ്ങളിൽ കാണപ്പെടും. പെട്ടുപിഴച്ച് ചിലത് എന്നാലും വഴിതെറ്റിപ്പോയതും ഇല്ലാതില്ല. അതുകൊണ്ട് നമ്മളുടെ വാക്കുകൾക്ക് ഉപയോഗം ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. മാതാപിതാക്കളുടെ വേണ്ട പോലെ ശ്രദ്ധയില്ലാതെയും ജീവിതം വിശുദ്ധിയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ താളപ്പിഴ കൊണ്ട് എന്തുകൊണ്ടോ എത്രയോ കുഞ്ഞുങ്ങള് വേണ്ട പോലെ ദൈവസന്നിധിയിൽ വരാതിരിക്കുന്നു. അതൊരു വലിയ നഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവദാസിമാരാ നമുക്ക് എത്രയും മാതൃകയായി ഉപദേശവും ജീവിതവും ഒരുപോലെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയായി വെക്കണം. അങ്ങനെ കുഞ്ഞുങ്ങളെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ ഹല്ലേലൂയ മാതാക്കൾക്ക് ഒരു വലിയ കടപ്പാടും അതിനുള്ള ഒരു വലിയ കൃപ ദൈവം മാതാക്കൾക്ക് കൊടുത്താണ് കുഞ്ഞുങ്ങളെ ദൈവരങ്ങളിലേക്ക് തരുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടമായെന്ന് വരാതിരുപ്പാണ്. ഹല്ലേലൂയ. ദൈവം ഇടയാക്കട്ടെ. താങ്ക് യു. വളരെ വിലപ്പെട്ട ഉപദേശങ്ങൾ, അറിവുകൾ, അനുഭവങ്ങൾ നമ്മുടെ മധ്യത്തിലേക്ക് പങ്കുവച്ച പ്രിയ ആന്റിയോടുള്ള നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അവസാനമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാതൃത്വം എന്ന് പറയുന്നത് വിലപ്പെട്ട ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ഈ ദാനം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തിക്കൊടുക്കുക, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ ഭൂമിയിൽ വളർത്തുവാനായിട്ട് ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരെ വളർത്തി നന്നായിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതം കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതൃകയോടെ ജീവൻ തുടരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഈ എക്കോസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് കടന്നു വന്ന് ഞങ്ങളുമായിട്ട് അനുഭവവും അപ്പോൾ തന്നെ വിലയേറിയ അറിവുകളും കാഴ്ചവെച്ച പ്രിയ ആന്റിയോട് പ്രത്യേകിച്ച് നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വളരെ തിരക്കുള്ള വ്യക്തിയാണെന്നറിയാം. പ്രത്യേകിച്ച് ആന്റിയോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇത് അനേകർക്ക് പ്രയോജനമായി തീരും. പലരുടെയും ചോദ്യമാണ് ഞാൻ ഇവിടെ ചോദിക്കുവാൻ ഇടയായി തീർന്നത്. അതിന് ഉത്തരം കണ്ടെത്തുവാൻ പലർക്കും ഇടയാകുന്നത് ഓർത്ത് അതിന് കാരണക്കാരിയായിരിക്കുന്ന പ്രിയ ആന്റിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എക്കോസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് വിലപ്പെട്ട അറിവുകളും അനുഭവങ്ങളും പങ്കുവച്ച പ്രിയ ആന്റിയോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാ പ്രിയ ഓഡിയൻസിനോട്, ശ്രോതാക്കളോട് ആന്റിക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാമല്ലോ. ഇപ്പോൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരും ഇനി ശ്രദ്ധിക്കാനുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം, നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരും ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്യേണ്ടവര്, ശുശ്രൂഷകൾ ചെയ്യേണ്ടത് കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിന്ന് ചെയ്യേണ്ടത് ചെയ്യാതെ ഒന്നിലും കുറവ് വരുത്താതെ ആവോളം നമ്മൾ ചെയ്യേണ്ടവരാണ്. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ തലമുറയെ നമ്മൾ ശ്രദ്ധിക്കാതെ അതിന്റെ മധ്യേ ശ്രദ്ധിച്ചില്ല എന്നൊരു കുറവ് നമ്മളിൽ വരാതെ സൂക്ഷിക്കണം. അപ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലങ്ങളില് എന്ന് കർത്താവ് വരുമെന്ന് അറിയത്തില്ല. അത്ര അടുത്ത് കർത്താവിന്റെ വരവായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനേകരെ നേടിയിച്ച്
നഷ്ടമാകാതെ നമ്മളെപ്പോഴും അതിൽ ജാഗരൂകരായിരിക്കണം. നമ്മുടെ ജീവിതം കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് ജീവിക്കണം. ഈ കേട്ടതുപോലെ ഓരോ അനുഭവങ്ങൾ, രോഗത്തിലും ദുഃഖത്തിലും അവഗണനയിലും ഇതൊക്കെ ലോകത്ത് സംഭവിക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്നെല്ലാം ജയാളികളായി മുന്നിൽ, അതിലൊന്നും തളർന്നു പോകരുത്. അങ്ങനെ ദൈവകൃപയാൽ കൃപ ലഭിച്ച സ്ത്രീ എന്നുള്ള ആ ഒരു അനുഭവം എനിക്ക് വേണമെന്നുള്ള, മറ്റുള്ളവർ കാണുമ്പോൾ അവൾ കൃപ ലഭിച്ച ഒരു സഹോദരിയാണെന്ന് ദേവദാസിമാരെ കുറിച്ച് പറയണം. സഭയിൽ പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാനുള്ള പ്രാർത്ഥനാ ജീവിതവും അതിന്റെ പരിഹാരം കാണുന്നത് വരെ അത് ഉപവസിക്കണോ, പ്രാർത്ഥിക്കണോ, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച് തിരിച്ചറിഞ്ഞ് ഒരു ദേവദാസന് സപ്പോർട്ടായി എല്ലാ സ്ഥാനത്തും നിൽക്കാൻ എന്റെ സഹോദരിമാരെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച് ബിൻ സിസ്റ്റർ, അവസരം ഇങ്ങനെ ദൈവം തന്നല്ലോ. താങ്ക് യു സോ മച്ച്. ആന്റി, അവസാനമായിട്ട് നമ്മുടെ മാന്യ ശ്രോതാക്കൾക്കായി പ്രാർത്ഥിച്ച് നമുക്ക് ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കാമല്ലോ. ആന്റി പ്രാർത്ഥിച്ചു. കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇത്രത്തോളം കർത്താവെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം കർത്താവെ തന്നതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന ഈ പോഡ്കാസ്റ്റിൽ കൂടെ കർത്താവെ ശ്രദ്ധിച്ചവരും ശ്രദ്ധിക്കുന്നവരുമായുള്ള എല്ലാവർക്കും കർത്താവെ, ഇത് അല്പമെന്ന് ഞങ്ങൾക്ക് തോന്നിയാലും അല്പം കൊണ്ടും അധികം കൊണ്ടും അനുഗ്രഹിക്കുന്ന ദൈവിക സഹോദരിമാർക്ക് കർത്താവെ ഒരു അനുഗ്രഹവും അവർക്ക് പ്രയോജനവുമായി തീരണം. അവരുടെ ജീവിത അനുഭവങ്ങളിൽ ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ, കേട്ടതൊക്കെ ഞങ്ങൾക്ക് വീണ്ടും അത് പ്രയോജനപ്പെടുവാൻ മുഖാന്തരമായി തീരട്ടെ. ഇത് തുടർന്നും കർത്താവെ മുൻപോട്ട് കൊണ്ടുപോകാൻ, അതിൽ കൂടെ അനേകർക്ക് കർത്താവെ ലഭിക്കേണ്ട ആലോചനകൾ ലഭിക്കുവാൻ, അനുഭവങ്ങളിൽ കൂടെ കർത്താവ് നടത്തുന്നത് അല്ലെങ്കിൽ മറ്റു പലർക്കും അനുഭവമായി തീരുവാൻ മുഖാന്തരമായി തീരട്ടെ. യേശുവിന്റെ നാമം ചൊല്ലി ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കുന്നു, ഈ ചാനലിനെ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇത് ശുശ്രൂഷിക്കുന്നതിന്റെ ദാസിയെയും കുടുംബത്തെയും കൂടെ നിൽക്കുന്നവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിക്കുന്ന പിതാവേ, ഇന്നത്തെ ഈ മീറ്റിംഗ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതുകൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വരവിനായി ഞങ്ങൾ ഒരുക്കണമേ, അത് മുഴുവൻ കർത്താവ് എടുക്കണമേ. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ സഹോദരിമാരെയും പേര് ചൊല്ലി അനുഗ്രഹിച്ച് കർത്താവെ വഴി നടത്തിയാണ്. മഹത്വം മുഴുവൻ കർത്താവിന്, യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു ആന്റി. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മീഡിയ സംപ്രേഷണം ചെയ്യുന്ന എക്കോസ് ഓഫ് എക്സ്പീരിയൻസ് എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് തുടർന്നും അനേക അനുഭവങ്ങളും പരിചയങ്ങളും അറിവുകളുമായി അനേക പ്രിയപ്പെട്ടവർ തുടർന്നും കടന്നു വരുന്നതായിരിക്കും. നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങൾ അറിയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള ഉത്തരങ്ങളും വീണ്ടും ആമേൻ ലഭിക്കുന്നതായിരിക്കും. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.